أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انطلقوا إلى ما كنتم به تكذبون انطلقوا إلى ظل ذي ثلاث شعب لا ظليل ولا يغني من اللهب إنها ترمي بشرر كالقصر كأنه جمالة صفر ويل يومئذ للمكذبين هذا يوم لا ينطقون ولا يؤذن لهم فيعتذرون ويل يومئذ للمكذبين هذا يوم الفصل جمعناكم والأولين فإن كان لكم كيد فكيدون ويل يومئذ للمكذبين صدق الله العلي العظيم. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മളീ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ നഈമിലും ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മിലും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ സന്താനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിലുമുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹു ഭേദമാക്കുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുവാനും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വൽ മുർസലാത്തി സൂറത്തിലെ ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ള 29 മുതലുള്ള ഭാഗം 40 കൂടിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. വിപുലമായ വിശദീകരണങ്ങളുള്ള പ്രധാനപ്പെട്ട ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതി വച്ച ആദ്യത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നതും നാളെ പരലോകത്ത് വച്ച് ഇന്ന് പരലോകത്തെ നിഷേധിച്ച, അള്ളാഹുവിനെ നിഷേധിച്ച, വ്യാജമാക്കിയ അവിശ്വാസികളായ ആളുകളോട് അള്ളാഹു പറയുന്നതാണ് ആദ്യത്തെ ഏതാനും ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. انطلقوا إلى ما كنتم به تكذبون. ഏതൊന്നിനെ നിങ്ങൾ നിഷേധിച്ച് തള്ളിയിരുന്നോ അതിലേക്ക് നിങ്ങൾ പോവുക. അള്ളാഹുവിന്റെ കൽപ്പന വരെയാണ്. നരകമില്ല എന്ന് പറയുന്നൊരു കൂട്ടരുണ്ടല്ലോ, മരണത്തിന്റെ ശേഷം ഒരു ജീവിതവും, അങ്ങനെ സ്വർഗവും നരകവും അതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ വിശ്വാസമില്ലാത്ത ആളുകളോട് അള്ളാഹു താല നാളെ പരലോകത്ത് വെച്ച് പറയും, ഏതൊന്നിനെ നിങ്ങൾ നിഷേധിച്ചിരുന്നു ആ നിഷേധിച്ചതിലേക്ക് നിങ്ങൾ പോവുക. എല്ലാവർക്കും അപ്പോൾ ഓർമ്മ വരും. അന്ന് എല്ലാവർക്കും ഉറപ്പാകും, ദുന്യാവിലേക്ക് ഒന്ന് മടക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് വരാമെന്ന് അന്നവർ പറയും. പക്ഷെ അതിനുള്ളൊരവസരം അള്ളാഹു കൊടുക്കൂല. ഒരു തെറ്റ് തിരുത്തലിനുള്ള ചാൻസ് കൊടുക്കൂല. അതൊക്കെ ദുന്യാവുന്ന് തരും. അതിനെ പരിഗണിക്കാത്തവർ, അംഗീകരിക്കാത്തവർ നാളെ അവർ പ്രയാസപ്പെടാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
ഏതൊന്നിനെ, ഒരു ശിക്ഷയെ നിങ്ങൾ നിഷേധിച്ചിരുന്നു, ഇല്ല എന്ന് പറഞ്ഞിരുന്നു, അതിലേക്ക് നിങ്ങൾ പോവുക. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയും, വീണ്ടും പറയാം, നിങ്ങൾ പോവുക. എവിടേക്ക്? ഇലാ ളുല്ലിൻ, ഒരു തണലിലേക്ക്. മൂന്ന് ശാഖകളുള്ള ഒരു നളലിലേക്ക് നിങ്ങൾ പോവുക. പക്ഷെ ആ തണലേകില്ല എന്ന് മാത്രമല്ല, വലായോനീമിനല്ലഹബ്, ജ്വാലകളിൽ നിന്ന്, തീയിന്റെ ജ്വാലകളിൽ നിന്ന് അത് തടയുകയുമില്ല. സാധാരണ നിഴല് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് തണല് ലഭിക്കും. അള്ളാഹു പറയുന്നത്, 3 ശാഖകളുള്ള നിഴലിലേക്ക് നിങ്ങൾ പോവുക, പക്ഷെ അത് നിങ്ങൾക്ക് തണലേകില്ല, അതോടുകൂടെ ജ്വാലകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുകയുമില്ല. അങ്ങനെയുള്ള 3 ശാഖകളിലേക്ക്, നിഴലുകളിലേക്ക് നിങ്ങൾ പോവുക. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ, വലിയ കെട്ടിടം പോലെയുള്ള തീപ്പൊരികളെ ആ നരകം നിങ്ങൾക്ക് നേരെ എറിയും. അത് കറുത്ത ഒട്ടകത്തെ പോലെ തോന്നും. വലിയ കെട്ടിടങ്ങളെ പോലെയുള്ള തീപ്പൊരികളെ ആ നരകം നിങ്ങൾക്ക് നേരെ എറിയും എന്ന് മാത്രമല്ല, അത് കറുത്ത ഒട്ടകങ്ങളെ പോലെയാകും. സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് അന്നത്തെ ദിവസം വമ്പിച്ച ശിക്ഷയുണ്ട്, വയിലുണ്ട്. അന്ന് അവർ സംസാരിക്കാത്ത ദിവസമാണ്. വലായുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ, അതിനവർക്ക് സമ്മതം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഒരു കഴിവ് പറയാൻ അവർക്ക് കഴിയുകയുമില്ല. സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് അന്ന് വമ്പിച്ച ശിക്ഷയുണ്ട്. ഹാദാ യൗമുൽ ഫസ്ൽ, അത് തീരുമാനത്തിന്റെ ദിനമാണ്. ജമഅനാകും വൽ അവ്വലീൻ, നിങ്ങളെയും അതുപോലെ പൂർവീകരെയും നാം ഒരുമിച്ച് കൂട്ടും. ഫഇൻ കാന ലക്കും കൈദുൻ ഫകീദൂൻ, നിങ്ങൾക്ക് വല്ല ഗൂഢതന്ത്രങ്ങളും ആവിഷ്കരിക്കാൻ കഴിയുമെങ്കിൽ എനിക്കെതിരെ ആ ഗൂഢതന്ത്രങ്ങൾ മെനയുക. വൈലൻ യൗമഇദിൽ ലിൽ മുകല്ലിബീൻ, അന്നത്തെ ദിവസം വമ്പിച്ച ശിക്ഷയുണ്ട് സത്യത്തെ നിഷേധിച്ച ആളുകൾക്ക്. ഈ ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. ഇനി നമുക്ക് ഓരോ ആയത്തുകളും വിശദീകരിക്കാം. ആദ്യം അള്ളാഹു പറയുന്നത്, അവിശ്വാസികൾ, നരകത്തിൽ കടക്കുന്ന ആളുകൾ, അവരോട് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വരും. ഏതൊരു ശിക്ഷയെ നിങ്ങൾ നിഷേധിച്ചിരുന്നു, ആ ശിക്ഷയിലേക്ക് നിങ്ങൾ പോവുക. എന്നിട്ട് ആ ശിക്ഷയുടെ രൂപം പറയണം. 3 ശാഖകളുള്ള ആ അദാബിലേക്ക്, ആ ശിക്ഷ, തണലിലേക്ക്, നഴലിലേക്ക് നിങ്ങൾ പോവുക. എന്തേ 3 ആക്കിയത്? സഹോദര, നരകത്തിൽ നിന്ന് തീജ്വാലകൾ വരികയും അതിൽ നിന്ന് പ്രത്യക്ഷത്തിൽ കാണുന്നവർക്ക് തോന്നിപ്പോ 3 വലിയ നഴലുകൾ, കുട്ടികളുടെ മുടി മെടഞ്ഞിട്ടതുപോലെ 3 ശാഖകൾ ഇങ്ങനെ വരുന്നത് കാണാം. നമുക്ക് തോന്നും, നരകാവകാശികൾക്ക് തോന്നും, അതിന്റെ താഴേക്ക് ഒന്ന് കയറി നിൽക്കുകയാണെങ്കിൽ ഒരല്പം ആശ്വാസം ലഭിക്കുമെന്നുള്ളൊരു തോന്നലുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു പറയുന്നത്, ലാ വലീലിൻ വലാ യുഗ്നീ മിനൽ ലഹബ്, യഥാർത്ഥത്തിൽ ആ 3 ശാഖകൾ നഴല് എന്ന് തോന്നുന്നത് അത് തണല് നൽകില്ല. ബസ് ബേയും അതുപോലെ വെയിറ്റിംഗ് ഷെഡും ഒക്കെ നല്ല കത്തുന്ന വെയിലത്ത് ജസ്റ്റ് ചെറിയൊരു ആശ്വാസം. തണലെങ്ങനെയാണ്? ഒരു മരത്തിന്റെ തണല് കണ്ടാൽ അതൊരാശ്വാസം, അള്ളാന്റെ നിഅ്മത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് ചോദിച്ചു, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന ആയത്തിറങ്ങി. അന്നേ ദിവസം എല്ലാ അനുഗ്രഹങ്ങളെപ്പറ്റിയും നിങ്ങൾ ചോദിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ, അങ്ങ് ചോദിക്കപ്പെടാൻ മാത്രം അനുഗ്രഹങ്ങളൊന്നും ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ, നമ്മളതിൽ നിന്ന് രക്ഷപ്പെടൂലേ? അല്ലാഹുവിന്റെ ദൂതർ ചോദിച്ചു, എന്തേ ഉമറേ അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ,
നമ്മൾ ജന്മനാട് വിട്ട് മറ്റു നാടുകളിലേക്ക് ഹിജ്റ പോകേണ്ട അവസ്ഥ. നമ്മുടെ വീടും അതുപോലെ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു തുണിക്കും മറുതുണിയില്ലാതെ നമ്മൾ മക്ക വിട്ട് മദീനയിലേക്കും അതുപോലെ അബസീനിയയിലേക്കുമൊക്കെ നമ്മുടെ ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് നമുക്ക് അതിന് മാത്രമൊന്നും അനുഗ്രഹം ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ തിരുനാൾ ചോദിച്ചു, നമ്മളങ്ങനെ ഹിജ്റ പോകുന്ന സമയത്ത് അതിശക്തമായ വെയിൽ കൊണ്ടുപോകുമ്പോ ഒരു മരത്തിന്റെ തണല് കാണുമ്പോൾ അതിലേക്ക് കയറി നിൽക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം വരും ഇല്ലേന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, നല്ല വെയിലത്ത് പോകുമ്പോ നമ്മൾ ആ ഹിജ്റ പോകുന്ന വേളയിൽ ഒരു മരത്തിന്റെ തണല് കാണുമ്പോൾ ഒന്ന് കയറി നിൽക്കും, അപ്പൊ ആശ്വാസമുണ്ട്. നബിതങ്ങൾ പറഞ്ഞുള്ളത് അത് അള്ളാഹുവിന്റെ നിഅമത്താണ്, അതിനെപ്പറ്റി നാളെ അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. എന്തിനാണ് ആ വെയിലത്ത് തണലിലേക്ക് കയറി നിന്നത് എന്നല്ല ചോദ്യം. അങ്ങനെ ആ തണല് ഒരു ആശ്വാസമായി, അതിന് പകരം അള്ളാഹ്ക്ക് നന്ദി ചെയ്തോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ വെയിൽ കൊണ്ട് ജസ്റ്റ് നമുക്കൊരു ഇടം കിട്ടി, ഒരു തണല്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ നാവുന്ന അതേലും വരണം, ഇതൊരു ശുക്റായി. മഹാനായ നബി തങ്ങൾ ചോദിച്ചു, ഉമറേ, വെയിലിൽ നിന്നും അതുപോലെ മഴയിൽ നിന്നും തടയാൻ നമ്മൾ ചെറിയ ഹൈമ കെട്ടിയില്ലേ യാത്രയിൽ? കൂടാരം, ടെന്റ്, അതേ ഹൈമ കെട്ടി. അത് നമുക്ക് ആശ്വാസമല്ല ഉമറേ, അതുകൊണ്ട് അതിനെപ്പറ്റി നാളെ അള്ളാഹു ചോദിക്കും, അത് വലിയൊരു നിഅമത്താകുന്നു. പിന്നെ നബി തങ്ങൾ ചോദിച്ചു, ഉമറേ, നല്ല ദാഹമുള്ള സമയത്ത് അല്പം വെള്ളം, തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഒരു ആശ്വാസം വന്നില്ലേ, അത് അള്ളാന്റെ നിഅമത്താ. അതോടുകൂടെ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, നമ്മൾ തീരെ മൈൻഡ് ചെയ്യാത്ത ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ നിഅമത്താ. പറഞ്ഞു വരുന്നത് തണല് എന്ന് പറയുന്നത് അള്ളാന്റെ നിഅമത്താ. പക്ഷെ നരകത്തില് 3 തണലുകളെ പോലെ തോന്നും. അതിന്റെ അടിയിലേക്ക് കയറി നിന്നാലോ അപ്പുറത്ത് ഉള്ളതിനേക്കാൾ ഭീകരമായ ശിക്ഷ. ലാ ളലീലിൻ വലാ യുഗ്നീ മിനൽ ലഹബ്, അത് തണലേകില്ല, അതോടുകൂടെ ജ്വാലകളിൽ നിന്ന് തീയിന്റെ ജ്വാലകളെ അത് തടയുന്നതുമല്ല. യാതൊരു ആശ്വാസവുമില്ല. എന്തിനാണ് അത് 3 വന്നത്? 1, ഒരു സത്യത്തെ നിഷേധിച്ചു. 2, അള്ളാഹുവിനെ നിഷേധിച്ചു. 3, അള്ളാഹുവിന്റെ തിരുദൂതരെ നിഷേധിച്ചു. അതിനാണ് 3 ശാഖകളായിട്ട് അവർക്ക് നൽകുന്നത്. സത്യത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ അതിൽ പെട്ടു. എന്നാലും അള്ളാഹുവും അവന്റെ പ്രവാചകനും അടിസ്ഥാനപരമായിട്ട് അതിൽ വിശ്വസിക്കേണ്ടതായിരുന്നു, അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ 3 ശാഖകളുള്ള നിഴലുകൾ അവർക്ക് നൽകുമെന്നാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കണം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ തണൽ കൊടുക്കുന്നുണ്ട്. മഹ്ശറയിൽ തണലുണ്ട്, സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ തണല് എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ വെയിലില്ല. എന്നാലും ഒരു സൗകര്യത്തിന്റെ ഭാഗമായി അല്ലാഹു തആല സ്വർഗത്തിലും തണല് നൽകുന്നുണ്ട് എന്നാണ്. അല്ലാഹു അത് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇപ്പൊ നമ്മൾ തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ ചൂട് കൂടും. ആളുകൾ തിങ്ങി അടുത്തടുത്ത് നിന്നാൽ ചൂട് കൂടും. ഒരു 500 ആളുകൾ ഇപ്പോ നമ്മുടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞാൽ, ഈ അകത്തെ പള്ളിയിൽ അടിയിലെ നിലയിൽ ഒരു 500 ആളുകൾ നിന്നാൽ എന്തായിരുന്നാലും എല്ലാ ഫാനും ഇടേണ്ടിയിരുന്നു. ഇന്നത്തെ നല്ല ചൂടായിരിക്കും. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പേടി കടന്നുകൂടിയാൽ അപ്പോൾ കൂടുതൽ ചൂടുണ്ടാവും. നല്ല തണുത്ത അന്തരീക്ഷം, ശീതീകരിച്ച റൂമാണ്, എന്നാൽ പോലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ബേജാറ് കടന്നുകൂടിയാൽ വയർക്കും. അതേപോലെ തന്നെ ആളുകൾ തിങ്ങിക്കൂടിയ ചൂടും അതുപോലെ തന്നെ മനസ്സിൽ ഭയം കടന്നുകൂടിയ ചൂടും, ഇതൊക്കെ ഒരുപോലെ ഒരേ സമയത്ത് ഒരുമിച്ച് കൂടുന്ന ഘട്ടാണ് മഹ്ശറ. ആരും പേടിക്കും. അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. 7 വിഭാഗത്തിന് അള്ളാഹു പ്രത്യേകം തണൽ വിരിക്കും. അർശിന്റെ തണൽ, അത് 7 വിഭാഗത്തിന് മാത്രം. 7 വിഭാഗമല്ല ശരിക്ക്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഭാഗമാണ് 7 വിഭാഗം. അള്ളാഹുവിന്റെ അർശിന്റെ നിഴലല്ലാതെ ഒരു നിഴലും മഹ്ശറയിൽ ഉണ്ടാവില്ല. അത് നമുക്കിവിടെ കയറിക്കാനൊന്നും കഴിയില്ല. പഞ്ചായത്തിന്റെ മുന്നിൽ വരി നിൽക്കുകയാണെങ്കിലൊക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആരെങ്കിലും സ്വാധീനിച്ച് മുന്നിലെത്താനുള്ള ശ്രമം നടത്താം. അതല്ലെങ്കിൽ പല മാർഗങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും പരലോകത്ത് നടക്കൂല സഹോദര. അള്ളാഹിന്റെ തിരുദൂതർ പറഞ്ഞത് അതിൽ ഏതെങ്കിലും പെടാൻ നോക്കാം. നമുക്ക് അർശിന്റെ നിഴല് ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനം ജാഗ്രതയോടുകൂടെ ചെയ്യാം. ചിലത് നമുക്ക് കഴിഞ്ഞോളുന്നില്ല. കാരണം നബി തങ്ങൾ ഒന്നാമതായിട്ട് എണ്ണിയത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. ഒന്നതാ, നീതിമാനായ ഭരണാധികാരി.
നീതിമാനായ ഭരണാധികാരി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരെ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഭയങ്കര നീതിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാർഗം സ്വീകരിച്ച ഒരുപാട് ഭരണാധികാരികളുണ്ട്. 5ാം ഖലീഫ എന്ന പേരിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നുണ്ട്. അതിനർത്ഥം അലി റളിയല്ലാഹുവിന് കഴിഞ്ഞ ഉടനെ 5ാമത്തെ ഖലീഫായി എന്നല്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് അതേപോലെ സ്വീകരിച്ച ആളായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല ആ ഭരണാധികാരികളുടെയൊക്കെ സൂക്ഷ്മത. 27 കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ കുപ്പായത്തിനത്ര. അത് മോഡലാക്കിയതല്ല, മറിച്ച് ബൈത്തുൽ മാലിൽ നിന്ന് ഒരു നല്ല കുപ്പായ അടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടുമല്ല, അള്ളാഹുവിനുള്ള ഭയവും സൂക്ഷ്മതയും കാരണമാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു കുപ്പായം ധരിച്ചത്. അതീവ സൂക്ഷ്മത പാലിച്ചു. അതേ നിലപാട് സ്വീകരിച്ചു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മക്കള് അദ്ദേഹത്തോട് മുത്തുപതിച്ച വസ്ത്രം വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അത്ര വേണ്ട മക്കളെ, ഞാന് നല്ല മുത്തുപതിച്ച വസ്ത്രം എന്റെ കാശ് കൊണ്ട് നിങ്ങൾക്ക് വാങ്ങിത്തന്നാലും ആളുകൾക്ക് തെറ്റുധാരണയുണ്ടാവും. ആളുകളെ ഈമാൻ നഷ്ടപ്പെടുത്തണ്ട. ഞാനൊരു ഭരണാധികാരിയായതുകൊണ്ട് ഞാനത് ദുരുപയോഗം ചെയ്യാന്ന് തോന്നിപ്പോകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റു, മാരകമായ കുത്തേറ്റു. തന്റെ മകനെ വിളിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ ആയിഷ ബീവിയുടെ അരികെ പോണം. അള്ളാഹിന്റെ തിരുദൂതർ കിടക്കുന്ന സ്ഥലത്ത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു കിടക്കുന്ന സ്ഥലത്ത് ഒരാൾക്ക് കൂടിയുള്ള ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് അവിടെ എനിക്കൊരു ഖബർ അനുവദിക്കുമോ എന്ന് ആയിഷ ബീവിയോട് ചോദിക്കണം. ഖത്താബിന്റെ മകൻ ഉമറിന് അങ്ങനൊരു മോഹമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറയണ്ട. അമീറുൽ മുഅ്മിനീൻ എന്ന് പറയണ്ട, ഖത്താബിന്റെ മകൻ ഉമറിന് അങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. സത്യത്തിൽ ഇത് പറയുന്ന സമയത്ത് അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സൂക്ഷ്മത നോക്കണം. മാരകമായി കുത്തേറ്റ് കിടക്കുകയാണ്. ഇനിയിപ്പോ മുഅ്മിനീങ്ങളുടെ അമീറായി പ്രവർത്തിക്കാനൊന്നും കഴിയൂല. അപ്പൊ വെറുതെ വലിയ അർത്ഥനം പറയണ്ട. നോക്കൂ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത. അദ്ദേഹത്തിന്റെ മകൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചെന്നിട്ട് ഈ വിവരം പറയുകയും ആയിഷ ബീവി വല്ലാതെ കരയുകയും, ഞാൻ ആ സ്ഥലം ആയിഷ ബീവിയുടെ അധീനതയിലാണ് അന്ന് അതുള്ളത്. ആയിഷ ബീവിന്റെ വീടായിരുന്നു അത്. ആ വീട്ടിലാണ് നബി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആയിഷ ബീവിയുടെ പിതാവാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്ത് കിടക്കുന്നത്. ഇനി അവിടെ അടുത്ത് കിടക്കുന്നത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ആയിഷ ബീവി സമ്മതിച്ചു. ആ സന്തോഷ വാർത്ത കേട്ടതിന്റെ ശേഷമാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ സഹോദരൻ, അവരുടെ സൂക്ഷ്മതയാണത്. അവരുടെ സൂക്ഷ്മതയാണ്. നീതിയോടുകൂടെ ഭരണം നടത്തിയവർ. അങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് അർശിന്റെ തണലുണ്ട്. അപ്പൊ ഭരണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഓരോരുത്തരും ഭരണകർത്താക്കളാ. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്ന ഹദീസിലുണ്ട്. ഓരോരുത്തരും ഭരണകർത്താക്കളാ. നമുക്കൊക്കെ കുടുംബജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു കുടുംബനാഥൻ, അതിന്റെ ആ വീട്ടിലെ രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി അവനാണ്. എല്ലാരെയും അടിച്ചമർത്തണം എന്നല്ല, പട്ടാള ചിട്ടയുണ്ടാക്കണമെന്നല്ല, മറിച്ച് അവർക്ക് നന്മ കൽപ്പിക്കുകയും അവർക്ക് തിന്മ വിരോധിക്കുകയും ആ വിഷയത്തിൽ അവന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ അവൻ കുടുങ്ങും. മക്കളുടെ ഇടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. ചില മക്കൾക്ക് കൂടുതൽ പ്രതിഭയുണ്ടാവും, ചില മക്കൾക്ക് അത്ര തന്നെ ഉണ്ടാവില്ല. പക്ഷെ മാതാപിതാക്കൾ ഒരിക്കലും വിവേചനം കാണിക്കരുത്. മുതൽ ഓഹരി വെച്ച് കൊടുക്കുമ്പോൾ പൊരുത്തമില്ലാതെ വർദ്ധിപ്പിക്കുകയോ മറ്റോ ചെയ്യരുത്. ശരീഅത്തിന്റെ നിയമം അനുസരിച്ചാണ്. ചിലപ്പോൾ ചില മക്കൾക്ക് നല്ല കഴിവുണ്ടാവും, ചില മക്കൾക്ക് അത്ര തന്നെ പ്രതിഭ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ പൊരുത്തപ്പെട്ടൊരു കൊടുക്കലുണ്ട്. നല്ല പ്രതിഭയുള്ള മക്കൾ വാപ്പാന്റെ മുതൽ ഞങ്ങൾക്കിപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഓടെത്തോട്ടെ, വളരെ നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ അത് ഹക്കോടുകൂടെയാകണം. ഇനി വാപ്പ ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ സ്ഥാനത്ത് അവിടെ മുതിർന്ന ആളാണ്. അത് കോർഡിനേറ്റ് ചെയ്യേണ്ട, കൈകാര്യം ചെയ്യേണ്ടത്. അത് നീതിയോടുകൂടെ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ കുറ്റമാണ്. നേർക്ക് കൈകാര്യം ചെയ്താലോ അർശിന്റെ തണലുണ്ടാവും. ഓരോരുത്തർക്കും ഒരു പെണ്ണിന് വരെ ഉത്തരവാദിത്തം എന്നാണ്. നമ്മൾ ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അത് മാത്രമല്ല, ഒരു പെണ്ണ് ഒരു വീട്ടിലെ ഭരണകർത്താവാണെന്നാണ്. അതായത് ഭർത്താവിന്റെ അഭാവത്തിൽ ബെഡ്റൂമിലേക്ക് വേറൊരാൾ കയറാൻ പാടില്ല. ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ആണുങ്ങൾ പുരുഷന്മാർ പുറത്തു പോകുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ആ വീടിന്റെ ഉത്തരവാദിത്തം. അത് വാതിലൊക്കെ തുറന്നിട്ട് അവൾ അവിടെ ഇവിടെ പോയിരുന്നാൽ ചിലപ്പോൾ കള്ളന്മാർ കയറും. അവൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിൽ നീതിയോടുകൂടെ അവർ വർത്തിക്കണമെന്നാണ്. ഏതായിരുന്നാലും നോക്കൂ, ഒന്നാമത്തതാണ് അർശിന്റെ തണൽ ലഭിക്കാൻ. രണ്ടാമത്തത് ആർക്കും പെടാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ പറയാം, അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാർ.
3 ശാഖകളുള്ള നിഴലിനെ പറ്റി പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അല്ലാഹു തആല അള്ളാന്റെ റസൂല് പറയാണ്, അർശിന്റെ തണൽ ലഭിക്കുന്ന 2ാമത്തെ വിഭാഗത്തെ പറ്റി പറയാണ്. 2ാമത്തെ വിഭാഗം അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരെന്നാണ്. ഈ സദസ്സിൽ ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരാണ്. ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഘട്ടത്തിലാണ് സഹോദര നമ്മൾ ഈ വന്നിരിക്കുന്നത്. പിടിച്ചാ കിട്ടാത്ത ടൈമാണ്. നമ്മളതേ പ്രായക്കാരിപ്പോ എത്രയുണ്ട്? ഇന്നലെ രാത്രി മദ്യപിച്ച് ആ ലഹരി നീങ്ങാതെ കുടിച്ച് പൂസായി കിടക്കുന്നവർ എത്ര പേരുണ്ടാവും? എത്ര പേരുണ്ട്? നമ്മളൊക്കെ ഒരു ഭാഗ്യം നോക്കൂ. ഇതൊക്കെ തൗഫീഖാ. നമ്മുടെ ഇതേ പ്രായക്കാരായ എത്ര ആളുകൾ ഈ സമയത്ത് നല്ല ലെവലിലല്ലാതെ സുബഹിയില്ലാതെ കിടക്കുന്നുണ്ട്? നമ്മളെ അള്ളാന്റെ ഭവനത്തിൽ വന്ന് സുബഹി നിസ്കരിച്ച് നമ്മളൊക്കെ ഈ ഫീൽഡിലായതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കണം. ക്ലാസ് റൂം ഓടിയും മറ്റൊക്കെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായത് കൊണ്ടാണല്ലോ ഇതിനൊക്കെ സമയം കണ്ടത്. അല്ലെങ്കിൽ ഈ സമയം നല്ല കടന്നുറങ്ങാമായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടാമായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയത് ഇത് അള്ളാഹിന്റെ തൗഫീഖാണ്. പ്രത്യേകിച്ച് നോക്കൂ, നമുക്ക് ചെറുപ്പക്കാരാവുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും, എല്ലാ നിലക്കും മനസ്സിന് കരുത്തുണ്ടാവും, ജീവിതത്തിന്റെ പുഷ്പിത ഘട്ടാണ്. അത് അള്ളാഹുവിനിക്ക് വേണ്ടി ഒരാൾ സമർപ്പിച്ചാൽ ഇത് ഈ പെൻഷൻ ലഭിക്കുന്നത് പോലെയാണ്. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, മുറിഞ്ഞു പോകാത്ത കൂലി അവനുണ്ട് എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും. യൗവന ഘട്ടത്തിൽ ഒരാൾ ഇബാദത്തെടുത്താൽ പിന്നെ വാർദ്ധക്യ ഘട്ടത്തിൽ അവന്റെ ശരീരം ആരോഗ്യം ഇബാദത്തിന് അനുവദിക്കുന്നില്ലെങ്കിലും നേരത്തെ ചെയ്തതിന്റെ പ്രതിഫലം അതേപോലെ എഴുതും. പെൻഷൻ മുഴുവൻ കിട്ടൂലല്ലോ, ഇത് മുഴുവൻ കിട്ടും. അപ്പൊ നല്ല സമയത്ത് ഒരാൾ ളുഹ നിസ്കരിച്ചിരുന്നു, നല്ല കാലത്ത് ഒരാൾ തറാവീഹ് മുഴുവൻ നിസ്കരിച്ചിരുന്നു, നല്ല സമയത്ത് തഹജ്ജുദ് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്നു. ഇപ്പൊ ഒന്നിനും കഴിയില്ല, ഒരു ഭാഗം തളർന്നു കിടക്കുകയാണ്. നല്ല കാലത്ത് നിസ്കരിച്ചതിന്റെ അതേ പ്രതിഫലം ഇവന്റെ റെക്കോർഡിൽ എഴുതുന്നതാണ്. അവൻ വാർദ്ധക്യാട്ടെ അതല്ലെങ്കിൽ രോഗങ്ങളായിട്ട് ചെറുപ്പത്തിൽ തന്നെ നല്ല സമയത്ത് തന്നെ രോഗമായി എന്നാൽ അതിന്റെ മുമ്പ് അവൻ ചെയ്തതുപോലെ അവനിക്ക് എഴുതുന്നതാണ്. അള്ളാന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിനെന്ത് വേണം? യൗവനഘട്ടം അവൻ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അവർക്ക് അർശിന്റെ തണലുണ്ട് എന്ന് നബിതങ്ങൾ പ്രത്യേകം പറഞ്ഞത്. പിന്നീട് അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളികളോട് ഹൃദയം ബന്ധിച്ചവർ അവർക്കും അർശിന്റെ തണലുണ്ട്. അള്ളാഹുവിന്റെ ഭവനങ്ങളോട് ഹൃദയം ബന്ധിച്ചവർക്ക് അർശിന്റെ തണലുണ്ട്. എത്രയോ ആളുകൾ നമുക്ക് കാണാം പള്ളിയോട് വലിയ ബന്ധമായിരിക്കും. ചിലർക്ക് എങ്ങനെ ബന്ധം? ചിലര് ഒരൊറ്റ ജമാഅത്ത് ഒഴിവാക്കൂല, ഭയങ്കര താല്പര്യം. ഒഴിവ് സമയം കിട്ടിയാൽ വേഗം പള്ളിയിലേക്ക് വരും, കുറെ ഓതും, കുറെ നല്ല കാര്യങ്ങൾ ചെയ്യും. എത്രയോ ആളുകൾ നമുക്ക് കാണാം. ചില ആളുകൾ പള്ളി പരിപാലനവുമായിട്ട് വലിയ താല്പര്യമായിരിക്കും. പള്ളിയുടെ പരിപാലനം അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര താല്പര്യമായിരിക്കും. അങ്ങനെ നമ്മളൊരു പല ആൾക്കാരാണ്. അതിന് എത്ര സമയം ചെലവഴിക്കാനും തയ്യാറാണ്. സ്വന്തം വീട്ടിന്റെ കാര്യം അത്ര ശ്രദ്ധിക്കൂല, അതിലേറെ ജാഗ്രത പള്ളിയുടെ കാര്യത്തിൽ. അയാൾ ഭാഗ്യവാനാണ്. പള്ളിയോട് ഒരാൾ വല്ലാതെ ബന്ധപ്പെടുന്നത് നിങ്ങൾ കണ്ടാൽ അവനിക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിച്ചോളൂവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോൾ പരിഹാസ്യമായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ പള്ളിയോട് ഒരാൾക്ക് ബന്ധമുണ്ടെങ്കിൽ അർശിന്റെ തണൽ ഉറപ്പാണ്. പള്ളിക്ക് വരല് മാത്രമല്ലത്. ഇപ്പോൾ ഒരാൾക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയില്ല, തളർന്നു കിടക്കുകയാണ്, പക്ഷെ അവന്റെ ഹൃദയം പള്ളിയോട് ബന്ധിക്കുന്നുണ്ട്. പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ഉണ്ടാവുമ്പോൾ അതിലേക്ക് പിരിവ് കൊടുക്കാനും മക്കളോട് ഓർഡർ ചെയ്യും, കൊടുത്തയക്കും. ഓരോ സന്ദർഭങ്ങളിലുണ്ടല്ലോ, വെള്ളിയാഴ്ച വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തയക്കും, ഇത് പള്ളിക്ക് കൊടുക്കണം. അതെന്നെ ഹൃദയം ബന്ധിക്കുക. ജുമുഅക്കും ജമാഅത്തിനും പള്ളിയിലേക്ക് വരേണ്ടതില്ലാത്ത പെണ്ണുങ്ങൾക്കും ഈ പള്ളിയോട് ഹൃദയം ബന്ധിക്കലുണ്ട്. ആദ്യകാലത്ത് ചിറ്റൂരി കൊടുത്തിട്ട് പള്ളി ഉണ്ടാക്കി, അതാ ഹൃദയം ബന്ധിക്കല. കോഴിമുട്ട കൊടുത്തേക്കും, നല്ല നാടൻ കോഴിമുട്ട. എന്തിന്? പള്ളിപ്പണിയിലേക്ക് ലേലം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറമ്പിൽ വന്നിങ്ങനെ ഇരിക്കും, ഞാൻ കൊടുത്ത കോഴിമുട്ട എത്ര റുപ്യക്കാ ലേലം ചെയ്യുന്നത്? 33 റുപ്യക്ക്. വലിയ സംഭവമായിരുന്നു അത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ രാത്രി 2 മണിക്കൊക്കെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാനും പ്രശ്നമാണ്. എന്തായിരുന്നാലും നോക്കൂ, പള്ളിയോട് ഹൃദയം ബന്ധിക്കൽ, പള്ളിയോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ. നമ്മളിങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പാറ്റന്റെ ചിറകുണ്ട് കാർപ്പറ്റിൽ, അതെടുത്ത് പുറത്തിട്ടു. അൽഹംദുലില്ലാഹ്, പള്ളിയോട് ഹൃദയം ബന്ധിച്ചുകൊണ്ട് വെറുതെ കൂലി ഇങ്ങനെ കിട്ടുക, നഷ്ടപ്പെടുത്തണ്ട. ഹൗദിന്റെ അതിലെ പോകുമ്പോ ഏതോ കുട്ടികളുടെ അടുത്തുനിന്ന് കൊഴിഞ്ഞാടിയാ തോന്നുന്നുണ്ട്. ഒരു ഹൗദിലെ ഒരു ചെറിയ ഒരു കോപ്പ അതവിടെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അതെടുത്തിട്ട് അതൊന്ന് കഴുകിയിട്ട് ഹൗദ് കിട്ടും. അൽഹംദുലില്ലാഹ്, കൂലിയായി.
പള്ളിയോട് ഹൃദയം ബന്ധിച്ചതിന്റെ അടയാളം. ഒരു ലൈറ്റ് ഓഫാക്കാൻ മറന്നിട്ടുണ്ട്, അത് മൊബൈലിൽ പകർത്തിയിട്ട് പിന്നെ കമ്മിറ്റിയിൽ അവതരിപ്പിക്കല്ല, അത് ഓഫാക്കുക. ഉണ്ടോ? ഓഫാക്കാതെ പോയിക്കൊണ്ട് ഇതെന്തൊരു വിഷയമാക്കണം. തെളിവ് സഹിതം കയ്യോടുകൂടെ പിടിക്കാനാണ് മൊബൈലിൽ പകർന്നത്, ഓഫാക്കി. ഹൗദിൽ ചിലപ്പോൾ വെള്ളം തിരിച്ചിട്ടിട്ട് പള്ളിയിലെ മല്ലാക്ക പണിയെടുക്കുന്നുണ്ടാവും വെള്ളിയാഴ്ച, അപ്പോൾ ഹൗദിൽ ടാപ്പ് തിരിച്ചിട്ടു. അയാള് അവിടെ മിമ്പറിന്റെ അവിടെയൊക്കെ ശരിക്ക് നന്നാക്കാണ്. മിമ്പർ എവിടെയാണല്ലേ, അതിന്റെ അടിയിൽ അവിടെ പിന്നെന്ത് ഹൗദ് നിറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്. അപ്പോ അത് നിറഞ്ഞു പോകണ്ടെങ്കിൽ എന്ത് ചെയ്യാ, വേഗം ഒന്ന് പൂട്ടിയാൽ മതി. അത് പൂട്ടൂല. അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുക, എന്താ ഭയക്കാടെ പണി, ഈ വെള്ളമുള്ള പീപ്പോൾ. അതിനൊന്നും ടൈം വേണം, അപ്പോഴൊക്കെ വെള്ളം പോവാണല്ലോ, അപ്പോഴൊക്കെ വെള്ളം പോവാണ്. വേഗം തിരിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എന്തായില്ല, തിരിക്കൂല. ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്. സഹോദര, ഞാൻ പറഞ്ഞു വരുന്നത് പള്ളിയോട് ഹൃദയം ബന്ധിക്കൽ അറസിന്റെ തണല് കിട്ടാൻ കാരണമാവും. പിന്നീട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് വറജുലാനി തഹബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖാ അലൈഹി. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് രണ്ടാള് അന്യോന്യം സ്നേഹിക്കുക, അവർക്കും അറസിന്റെ തണലുണ്ട് എന്നാണ്. റബ്ബിന് വേണ്ടിയാണ്. രണ്ട് സത്യവിശ്വാസികൾ തമ്മിൽ സ്നേഹവും ബന്ധവും എന്തിന്റെ പേരിൽ? ഭൗതികമായിട്ട് എന്തെങ്കിലും മോഹിച്ചിട്ടല്ല. ഓന്റെ ഒപ്പം കൂടിയാ പോനൊരു ചായ വാങ്ങിത്തരും, അങ്ങനല്ല. അതിനൊരു സലാം, അങ്ങനല്ല. മറിച്ചെന്താ, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നു, അതിനുവേണ്ടി വേർപിരിയുന്നു. അങ്ങനെ ആത്മാർത്ഥമായി രണ്ടുപേരെ സ്നേഹിച്ചാൽ അവർക്കും അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത്, ചൊറുചൊറുക്കുള്ള പെണ്ണ്, നല്ല ചൊറുചൊറുക്കുള്ള പെണ്ണ്, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോ ഒരു ആണിനോട്, ഒരു പുരുഷനോട്, അവനോട് അവന്റെ അടുത്ത് വന്നിട്ട് അവളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ആവശ്യപ്പെടണം. എല്ലാ സാഹചര്യവും അനുകൂലമാണ്. പക്ഷെ ആ പുരുഷനോടനെ തന്നെ പറഞ്ഞു, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. രക്ഷപ്പെട്ടു. ആ പെണ്ണിന്റെ കെണിയിൽ പെട്ടില്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അയാൾക്കും അർശിന്റെ തണലുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പാടാണ് അതിന്. ഒരു പെണ്ണും ഒരാണും ഒരിടത്ത് ഒരുമിച്ച് കൂടിയാൽ മൂന്നാമത്തിനാണ് എങ്ങനെങ്കിലും അവിടെ വ്യഭിചാരം നടത്താനുള്ള എല്ലാം നോക്കും. പക്ഷെ ഒരു പുരുഷൻ, അവൻ ആ പെണ്ണിന്റെ കെണിവലയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാണ്, അയാൾക്ക് അർശിന്റെ തണൽ. പിന്നീട് ആറാമത് വിഭാഗത്തെ അർശിന്റെ തണലുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞത്, വറജലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഇടതു കൈ അറിയാതെ വലത് കൈ സദഖ കൊടുക്കുന്ന ആള്, ഒരാൾ സദഖ ചെയ്തു, അവന്റെ വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിഞ്ഞില്ല. എന്താ അതിന്റെ ഉദ്ദേശം? അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് കൊടുക്കാന്നാണ്. അതല്ലാതെ വലത് കൈ കൊണ്ട് കൊടുക്കുമ്പോ ഇടത് കൈ അനങ്ങാതെ പിടിച്ചു, എന്റെ കൈയിനെന്താ കുഴപ്പം മോനെന്ന് ചോദിക്കും. അല്ല, എങ്ങനെ സ്വതം കൊടുക്കണം എന്നാണ് ഹദീസിലുള്ളതെന്നല്ല അതിന്റെ അർത്ഥം. മറിച്ചെന്താ, ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. ചിലപ്പോൾ പരസ്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ നിന്ന് പ്രീതി ആഗ്രഹിച്ച് മാത്രമാകണം. എന്താകരുത്? വേറെ ദുരുദ്ദേശം ഉണ്ടാകരുത്. കുടിയിരിക്കലിന് ഒരു കുക്കർ കൊടുക്കുമ്പോ ഇനി ഇങ്ങോട്ട് അതിലേറെ വലിയ കുക്കർ കിട്ടട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം. കല്യാണത്തിന് ഒരു ചുവന്ന കവറിൽ ഒരു 100ന്റെ നോട്ട് കൊടുക്കുമ്പോ നമ്മളെ വീട്ടിൽ കല്യാണം ഉണ്ടാവുമ്പോൾ അത് മടങ്ങി വരട്ടെ എന്നൊരാഗ്രഹം. 120 രൂപന്റെ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും, ആ കൊടുത്ത 100. നല്ല തട്ടിപ്പോരും. ഇങ്ങോട്ട് ആഗ്രഹിക്കുക, അങ്ങോട്ട് കൊടുക്കുമ്പോ ഇങ്ങോട്ട് ആഗ്രഹിക്കുക. അതാകരുത്. ഓനെ ഞാൻ സഹായിച്ചാലേ ഓൻ പിന്നെ എന്നെ സഹായിക്കും, അങ്ങനെ കരുതരുത്. അങ്ങനെ കരുതരുത്. അതിനുവേണ്ടി ആകരുത് ഏതും. അപ്പൊ രഹസ്യമായിട്ടും കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ ചില ആളുകൾ പരസ്യമായിട്ടാണ് കൊടുക്കും, മനസ്സിലൊന്നും ഉണ്ടാവില്ല. അവിടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. പോലെ പരസ്യമായിട്ടാണ് കൊടുത്തുന്നേ ഉള്ളൂ, അതുകൊണ്ട് കൂലി പോവില്ല. എന്നാലും പരസ്യമായിട്ട് കൊടുക്കുമ്പോ അത് വാങ്ങുന്ന ആൾക്കൊരു വിഷമം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഈ റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, 5 കിലോ അരിയായിരിക്കും, പക്ഷെ പെരും കവറായിരിക്കും, അതേപോലെ സംഘടനയുടെ പേര് എഴുതിയിരിക്കും. പിറ്റേന്നുണ്ടാവും കളർ ഫോട്ടോ, ആ അരിയും പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഫോട്ടോ. എന്നിട്ട് ആ വാങ്ങുന്ന സാധുവിന്റെ ബന്ധു ചിലപ്പോൾ വിളിക്കുകയും, ഇന്നലെ അരി കിട്ടിയില്ലേ, എന്താ പറയാ, പത്രത്തിൽ കണ്ടേ. അത് കാണാത്തല്ല ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് പരമാവധി പത്രത്തിൽ കൊടുക്കാക്കുക. പിന്നെ ചിലതൊക്കെ പൊതുകാര്യങ്ങൾ പിരിവെടുത്ത് നടത്തുന്നത് അറിയേണ്ടി വരും.
അല്ലെ? ഒരു പൊതുവായിട്ട് ഇപ്പൊ ഒരു വീട് കയറ്റി കൊടുക്കണം, ഒരുപാട് പൈസ പല ആളുകളുടെ നിന്നും വാങ്ങിയതാണ്. അത് ചിലപ്പോൾ അറിയേണ്ടി വരും. സതുദ്ദേശത്തോടു കൂടെ ആകണം. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ യതീം കുട്ടികൾക്കൊക്കെ ഉണ്ട് ചിലപ്പോൾ കൊടുക്കല് പരസ്യമായിട്ട്. അപ്പൊ അത് അവരുടെ മനസ്സ് പൊട്ടും. ആ പെണ്ണിന്റെ ആ കുട്ടികളുടെ ഉമ്മാന്റെ മനസ്സ് അതിലേറെ പൊട്ടും അത് കാണും. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, അള്ളാന്റെ തിരുദൂതർ പറയാണ്, അർശിന്റെ തണൽ ലഭിക്കുന്ന 6ാമത്തെ വിഭാഗം പരമരഹസ്യമായി ദാനധർമ്മങ്ങൾ ചെയ്യുക. 7ാമത്തെ, ഇതിലൊക്കെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പെടാം. വലിയ ഭരണം നടത്താനേ ഇപ്പൊ ഇതിൽ തടസ്സമുള്ളൂ, ബാക്കിയുള്ളൊക്കെ പെടുന്നതല്ലേ. പിന്നെ അവിടെ പെണ്ണ് വന്നത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ട, അങ്ങനെ കൂലി കിട്ടാനെന്ന് പറഞ്ഞു. ഇനി അവസാനം ആർക്കും ചെയ്യാം. അതെന്താ? അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത്, ഒരാൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുകയും അങ്ങനെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് 2 കണ്ണുകളും നിറഞ്ഞൊലിച്ചു. അള്ളാഹിനെ പേടിച്ചിട്ട് ഭയന്നുകൊണ്ട് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉറ്റുവീണു. അങ്ങനെയുള്ള ആൾക്കും അർശിന്റെ തണലുണ്ട്. അള്ളാഹു താല ഈ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോ അള്ളാഹു നരകത്തിൽ കൊടുക്കുന്ന ആ തണലിനെ പറ്റി പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തണലാണിത്. അള്ളാഹു താല അർശിന്റെ തണൽ ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നിട്ട് വീണ്ടും അള്ളാഹു പറയുന്നത്, ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ. വീണ്ടും ആ നരകത്തിന്റെ അവസ്ഥയിലേക്ക് വരി. അള്ളാഹു പറയാൻ, നിഷേധിച്ച് തല്ലിയ ഏതൊരു നരകമുണ്ടോ ആ നരകത്തിലേക്ക് നിങ്ങൾ പോകുക. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാൻ, എന്തിലേക്കോ ഇലാ ളിൻ ദീ സലാസി ശുഅബ്, 3 ശാഖകളുള്ള നഹലിലേക്ക് പോവുക. ലാ ളലീലിൻ വലാ യുഗ്നീ മിനൽ ലഹബ്, അത് തണലേകില്ല, അതുപോലെ അത് ജ്വാലകളിൽ നിന്ന് അവരെ തടയുകയുമില്ല. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ, വലിയ കെട്ടിടം പോലെയുള്ള തീപ്പൊരികൾ അവർക്ക് നേരെ എറിയുന്നതാണ്. നോക്കൂ, ആ തീപ്പൊരിയുടെ വലുപ്പം അറിയിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. വലിയ കെട്ടിടം പോലെ, ഉയർന്ന കെട്ടിടം പോലെയുള്ള വലിയ തീപ്പൊരികൾ അവർക്ക് നേരെ എറിയും. അത് കറുത്ത ഒട്ടകങ്ങളെ പോലെയാകും. അപ്പൊ വൈരുദ്ധ്യം വന്നില്ലേ? വലിയ കെട്ടിടങ്ങളെ പോലെയുള്ള തീപ്പൊരി, പിന്നെ പറയുന്നു കറുത്ത ഒട്ടകങ്ങളെ പോലെ. അപ്പൊ ചെറുതായില്ലേ? വലിയ കെട്ടിടം, ഒട്ടകങ്ങളെ പോലെ. ഇത് രണ്ടും ഒരേ ഇടത്ത് പറയണം. വൈരുദ്ധ്യല്ല സഹോദര. അവിടെ വലിയ വീടുകളെ പോലെ എന്ന് പറയാൻ കാരണം അതിന്റെ വലുപ്പം അറിയിക്കാനാ, ആധിക്യം അറിയിക്കാനാണ്. ഒട്ടകങ്ങളെ പോലെ എന്ന് പറഞ്ഞ് രണ്ടിടത്ത് കാണും. വീടിനെ പറഞ്ഞത്, കെട്ടിടത്തെ പറ്റി പറഞ്ഞത് അതിന്റെ വലുപ്പം അറിയിക്കാനാണ്. ഒട്ടകത്തെ പറ്റി പറഞ്ഞത് ധാരാളിത്തം അറിയിക്കാനാണ്. കാരണം ഇത് പറയുമ്പോ അറേബ്യയിൽ ഒട്ടകങ്ങൾ, ഒരാൾക്ക് ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടാവും. അപ്പോ ഒരൊട്ടകൊന്നല്ല, ഒരുപാട് 100 കണക്കിന് 1000 ഒട്ടകങ്ങൾ ഒരേ സ്ഥലത്ത് കൂടി നിൽക്കും. അത് കണ്ടാൽ 10,000-ന്റെയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിനുണ്ട് തോന്നിപ്പോ 1000 ഒട്ടകം നിന്നാൽ തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തീപ്പൊരിയുടെ ആധിക്യം പറയുകയാണ്. അത് മനസ്സിലാക്കാനാണ്. അത് കറുത്ത ഒട്ടകങ്ങളെ പോലെ ഒരുപാടുണ്ടാവും. വലുപ്പം അറിയിക്കാനാണ് അവിടെ കെട്ടിടത്തെ പറ്റി പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഏറ് വരുന്നാണ്. എന്താ ചെയ്യാ? ആ തീപ്പൊരി കൊണ്ടുള്ള ഏറ് വരുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കി, എത്ര ഭീകരമായിരിക്കും അത്. ദുന്യാവിലാണെങ്കിൽ അങ്ങനെയുള്ളൊരു തീപ്പൊരി വരികയാണെങ്കിൽ നിമിഷം കൊണ്ടോം ഭസ്മാവും, കരിഞ്ഞു പോവും. പരലോകത്ത് അങ്ങനെയുള്ള അവസ്ഥ വരൂല. സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് അന്ന് വമ്പിച്ച ശിക്ഷയുണ്ട്. വീണ്ടും അല്ലാഹു പറയാണ്, ഹാദാ യൗമു ലാ യൻതിഖൂൻ. ആ ദിവസത്തെ പറ്റി അല്ലാഹു പറയാണ്, ഹാദാ യൗമു ലാ യൻതിഖൂൻ. അല്ലാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ. അത് അവർ സംസാരിക്കാത്ത ദിനമാകുന്നു. വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അതിനവർക്ക് അനുമതി നൽകില്ല. അതുകൊണ്ട് ഒഴിയടിവ് പറയാനും കഴിയില്ല. അവർ സംസാരിക്കാത്ത ദിവസമാണെന്ന്. ഒന്നും സംസാരിക്കാൻ കഴിയില്ല. അത് പല ഘട്ടങ്ങളാണ്. സംസാരിക്കുന്ന സമയമുണ്ട്. നാളെ മഹ്ശറയിൽ വെച്ച് സംസാരിക്കും. എന്നെ പഴപ്പിച്ചത് ഇബ്ലീസാണെന്ന് പറയും. ഇബ്ലീസ് പറയും, ഞാൻ ആരും പഴപ്പിച്ചിട്ടില്ല. അപ്പോ
അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വരും, ലാ തഖ്തസിമൂ ലദയ്യ, നിങ്ങൾ എന്റെ അരികത്ത് തർക്കിക്കണ്ടാണ്. നോക്കൂ, നിങ്ങൾ എന്റെ അടുക്ക തർക്കിക്കാൻ നിൽക്കണ്ടാണ് എന്ന് അള്ളാഹു പറയും. ആരെ പഴച്ചു എന്നൊക്കെ എനിക്കറിയാം. അപ്പൊ സംസാരിക്കും. എന്ന ചില ഘട്ടത്തിൽ സംസാരിക്കാൻ കഴിയില്ല. നാവിനാണ് സീല് വെക്കും, ബാക്കിയുള്ള അവയവങ്ങൾ അങ്ങനെ സംസാരിക്കാം. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു മറ്റൊരായത്തിൽ ഇത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. അൽ-യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നു, അൽ-യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്ന് അവരുടെ വായകളുടെ മേൽ നാം സീൽ ചെയ്യും. വതുകല്ലിമുനാ ഐദീഹിം, അവരെ കൈകൾ നമ്മളോട് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരെ കാലുകൾ സാക്ഷിയാകും. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാവിന് സീല് വെക്കും, കൈകൾ സംസാരിക്കും, കാല് സാക്ഷിയാകും. വേറെ ആയത്തിൽ പറയുന്ന തൊലികൾ സംസാരിക്കുന്ന, ശരീരത്തിന്റെ എല്ലാ ഭാഗവും സംസാരിക്കും. നിഷേധിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എങ്ങനെ നിഷേധിക്കും? മലക്കുകൾ നമുക്കെതിരുണ്ടാവും, അനുകൂലമായിട്ടുണ്ടാവും. ഏതൊക്കെ ഭൂമിയിൽ വെച്ച് നാം നന്മ ചെയ്തോ ആ സ്ഥലം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. ഏതൊക്കെ സ്ഥലത്ത് വെച്ച് നാം തെറ്റ് ചെയ്തോ ആ ഭൂമിയുടെ ആ ഭാഗം നമുക്കെതിരെ സാക്ഷി നിൽക്കും. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഭൂമി അതിന്റെ വർത്തമാനം പറയുമെന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഭൂമി വർത്തമാനം പറയാൻ എന്താ? ഭൂമിയുടെ ഏതൊക്കെ ഭാഗത്ത് ജീവിച്ച ആളുകൾ അതാത് സ്ഥലം, കൂട്ടിലങ്ങാടി ഏരിയ പറയും, ഇവിടെ ജീവിച്ച ആളുകൾ. ഓരോ നാട്ടിലും ജീവിച്ച ആളുകൾ ആ നാട് അവരെ പറ്റി പറയും. സഹോദര, നമ്മുടെ തൊട്ടടുത്ത ബാറിൽ വെച്ച് കള്ളു കുടിച്ച ആളുകൾ ആ ബാറ് നിൽക്കുന്ന ഏരിയ ബാറ് പോകും. പക്ഷേ ബാറ് നിൽക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം കൃത്യമായി പടക്കാതെ സംസാരിക്കും. അള്ളാഹു പറഞ്ഞില്ലേ, അന്നേ ദിവസം ഭൂമി അതിന്റെ വർത്തമാനം പറയുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അതാണ്. ഭൂമി കൃത്യമായിട്ട് പറയും, ഓരോ സ്ഥലം പറയും. ഈ പള്ളി തകർക്കപ്പെടും സഹോദര, കൂട്ടിലങ്ങാടി ഈ പള്ളി തകർക്കപ്പെടും, എല്ലാം തകർക്കപ്പെടുന്ന കൂട്ടത്തിലെത്തുമ്പോൾ. പക്ഷേ ഈ സ്ഥലത്ത് നമ്മൾ ഖുർആന്റെ സദസ്സിൽ ഇരുന്നത്, അല്ലാഹുവിന്റെ കലാമ് സംസാരിക്കാൻ വേണ്ടി ഇരുന്നത്, ഈ ഇരുത്തത്തെപ്പറ്റി ഈ സ്ഥലം പറയും. പേടിക്കണ്ട, ഇതൊക്കെ നമ്മൾ അറിയാൻ നമുക്ക് സാക്ഷിയാവും. നമ്മളിത് മൈൻഡ് ചെയ്യൂല, പക്ഷേ നമ്മൾ ഓർക്കണം, ഭൂമി സംസാരിക്കും, ഉറപ്പായിട്ടും സംസാരിക്കും എല്ലാ കാര്യങ്ങളും. പിന്നെ എങ്ങനെ നിഷേധിക്കും? പ്രവാചകന്മാരെ സാക്ഷിയാകും, എത്തിച്ചു തന്നു എന്നതിന്. അപ്പൊ അതും നിഷേധിക്കാൻ കഴിയില്ല. നാവിനാണ് സീല് വെക്കും, അവയവങ്ങൾ ഇങ്ങനെ പറയും. കണ്ണുകൊണ്ട് കണ്ട തെറ്റുകൾ മുഴുവനും കണ്ണിങ്ങനെ പറയും. കണ്ണ് വലിയ അനുഗ്രഹ. കണ്ണുകൊണ്ട് ചെയ്ത തെറ്റുകളെ പറ്റി കണ്ണ് കൃത്യമായിട്ട് പറയും. കണ്ണ് പറയും, കണ്ണുകൊണ്ട് ചെയ്ത തെറ്റുകൾ എത്ര ഹറാമാണ് കാണുന്നത്. കാതിങ്ങനെ പറയും സഹോദര, കാതുകൊണ്ട് കേട്ടത് എത്ര സിനിമാ ഗാനം കേട്ടു, വേണ്ടാത്തത് എത്ര കേട്ടു പറയും. നമ്മൾ ചിന്തിക്കാറില്ല. കളിയുടെയും വിനോദത്തിന്റെയും പേരിൽ നമ്മൾ പിടുത്തം വിടുകയാണ്. ഇന്നത്തെ പോലെ സിനിമാ ഗാനങ്ങളോ മറ്റോ കേൾക്കാൻ ആനന്ദിക്കാൻ സൗകര്യമില്ലാത്ത കാലത്ത് മദീനയിലെ സത്യവിശ്വാസികൾക്ക് അല്പം ചിരിയും കളിയും കൂടിയപ്പോൾ അല്ലാഹു പറഞ്ഞില്ലേ, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അല്ലാഹു പറഞ്ഞല്ലോ, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, സത്യവിശ്വാസികൾക്ക് അവതരിച്ചു കിട്ടിയ സത്യമായ വിശുദ്ധ ഖുർആനിലേക്കും അല്ലാഹുവിനുള്ള സ്മരണയിലേക്കും സ്വന്തം ഹൃദയങ്ങളെ വിനയപ്പെടുത്താൻ സമയമായില്ലയോ? അല്ലാഹു ചോദിക്കുന്നുണ്ട്. നിർത്തിക്കളി നിങ്ങളെ തമാശ. ഒരൽപ്പം കളിയും ചിരിയും കൂടിയപ്പോഴേക്ക് അത് ബ്ലോക്ക് ചെയ്തു അല്ലാഹു. അങ്ങനെയാവുമ്പോൾ ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കും. അനാവശ്യ കാര്യങ്ങൾ കാണുന്ന എത്ര പേർ, യാതൊരു മടിയുമില്ല കേൾക്കുന്നവർ. ചെയ്യരുത്, പരമാവധി ശ്രദ്ധിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഒന്നും വേണ്ട. നല്ലത് കേട്ടാലും മതി, നല്ലത് കണ്ടാലും മതി. ഇല്ലെങ്കിൽ അതൊക്കെ അവിടെ കണക്ക് വെക്കും. കണ്ണ് പറയും തന്റെ വയസ്സിൽ 50 കൊല്ലം ജീവിച്ചു, അതിന്റെ ഇടയിൽ 26,450 സിനിമ കണ്ടു കണ്ണു പറയും. ഉദാഹരണം, 36,545 സിനിമാ ഗാനം കേട്ടു. അത്രയൊന്നും ആവൂല. ഒരു ദിവസം എത്ര കേൾക്കുന്നത്? മയ്യത്ത് കൊണ്ടുപോകുമ്പോ വരെ ഇയർഫോൺ കാതിൽ വെച്ച് പോക്കറ്റിൽ മൊബൈലും ഓൻ കേട്ടു പോവാൻ.
മയ്യത്തുണ്ടാവുമ്പോ. പിന്നെ ബാക്കിയുള്ളത് പറയണ്ടല്ലോ. ഇനിയിപ്പോ പള്ളിയിൽ ഖുത്ബയൊക്കെ നടക്കുമ്പോ ഇവൻ ഇയർഫോൺ കാതിൽ വെച്ച് സിനിമാ പാട്ടും കേട്ടിരിക്കും. പുറത്തുള്ളവർക്ക് അറിയില്ല, അവൻ സുഖമായിട്ട് കേൾക്കും. അങ്ങനത്തെ ഒരു കാലം, വൃത്തികെട്ട കാലമാണിത്. സഹോദര, ഉണ്ടാൻ കഴിയൂല. അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഒഴിയടിവ് പറയാൻ കഴിയില്ല. ദുന്യാവിൽ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കല്, അതവിടെ നടക്കൂല. അതാണ് അള്ളാഹു പറയുന്നത്, ആർക്കും മിണ്ടാൻ കഴിയൂല, അവർ മിണ്ടൂല. അതവർ മിണ്ടാത്ത ദിനമാണ്. അതിനവർക്ക് സമ്മതം ലഭിക്കില്ല, നൽകില്ല അള്ളാഹു. അങ്ങനെയാണെങ്കിൽ അവർ ഒഴിവഴിവ് പറയും, അതിനുള്ള അവസരം ലഭിക്കൂലെന്ന്. മറിച്ച് ബാക്കിയുള്ള അവയവങ്ങൾ അങ്ങനെ പറയും. അപ്പൊ നമുക്ക് തോന്നും, എങ്ങനെ ഇപ്പൊ കൈ സംസാരിക്കാം, കാലെങ്ങനെ സംസാരിക്കാം, എങ്ങനെ ഇപ്പൊ നാവ് സംസാരിക്കുന്നത്? സഹോദര, എന്റെ കൈയും എന്റെ നാവും നോക്കുമ്പോ കയ്യിനാണ് ആരോഗ്യം കൂടുതൽ. നാവ് തന്നെ ഒരു എല്ലില്ലാത്ത സാധനം, നല്ല പ്രശ്നം ഈ നാവുണ്ടാക്കും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, എല്ലില്ലാത്ത നാവ്, അവന്റെ ലൈംഗിക അവയവം, ഇത് രണ്ടും സൂക്ഷിക്കുമെന്ന് ഒരാൾ എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ അവനിക്ക് സ്വർഗത്തിന് ജാമ്യം നിൽക്കുന്നു. ഹദീസിലുണ്ട്. അത് രണ്ടും സൂക്ഷിക്കുന്ന ഒരാൾ എനിക്ക് ഉറപ്പ് വരികയാണെങ്കിൽ ഓന് സ്വർഗമുണ്ടെന്ന് ഞാനും അതിന് ഞാൻ ജാമ്യം നിൽക്കുന്നതാണ്, സാക്ഷിയാണ്. അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു. ഈ നാവിനാണ് അള്ളാഹു താല സംസാരശേഷി നൽകിയത്. അതേ അള്ളാഹ്ക്ക് എന്താ ഇപ്പൊ കയ്യിന് സംസാരശേഷി നൽകാൻ പണി? ഇന്നൊന്നും ആരും ഇതിൽ തർക്കിക്കൂല. എന്തുകൊണ്ട് സഹോദര? നമ്മളിപ്പോ ടി വിയിലൂടെ വാർത്ത കേൾക്കുന്ന ഒരാള്, ആ വാർത്ത വായിക്കുന്ന ഒരു കൊച്ചു സ്ത്രീ അതിന്റെ ഉള്ളിലുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. റേഡിയോ നോക്കൂ നിങ്ങൾ, റേഡിയോ ഒക്കെ പറ്റെടുത്തു പോയി, എന്നാലും അതിന്റെ ഉള്ളിൽ നിന്ന് വാർത്ത വായിക്കുന്ന ഒരു കൊച്ചു മനുഷ്യനുണ്ടോ? ഇല്ല. അത് തുറന്നു നോക്കിയാൽ കുറെ ചെമ്പിന്റെ കമ്പി അങ്ങോട്ടും കുറെ അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പൊളഞ്ഞു പോകുന്നുണ്ട്. അത് അവിടെ ഇവിടെയും പിടിച്ച് വലിച്ച പിന്നെ പേന്നൊരൊച്ചായിരിക്കും. ആരാണ് സഹോദരനായി ഇതിനൊക്കെ സംസാരശേഷി നൽകിയത്? മനുഷ്യന് അള്ളാഹു കൊടുത്ത ചെറിയ ബുദ്ധി കൊണ്ട് ആവിഷ്കരിച്ചെടുത്തതാണ്. എങ്കിൽ അള്ളാഹുവിന് സംസാരശേഷി നൽകിയ അള്ളാഹു എനിക്ക് കയ്യിന് സംസാരശേഷി നൽകാൻ വലിയ പണിയുണ്ടോ? ഇന്നാരും ഈ വിഷയത്തിൽ തർക്കിക്കൂല. യുക്തിവാദികളൊക്കെ ഏർപ്പാട് നിർത്തിയില്ലേ, കളിയാക്കുന്ന ഏർപ്പാടൊക്കെ നിർത്തി. അള്ളാഹു എല്ലാം കാണും എന്നതിനെ പറ്റി പറയുമ്പോ യുക്തിവാദികൾ അതെങ്ങനെ കാണുക എന്ന് ഒരാൾക്ക് യുക്തിവാദിക്ക് ബാക്കിലേക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് ഓനങ്ങനെ തർക്കിച്ചിരുന്നു. എല്ലാം ഒപ്പിയെടുക്കുമെന്ന് പറയുമ്പോ അതിൽ സംശയം ഉണ്ടായിരുന്നു. എല്ലാം രേഖപ്പെടുത്തപ്പെടുമെന്ന് പറയുമ്പോൾ യുക്തിവാദികൾ സംശയിച്ചിരുന്നു. ഇന്നതില്ല. ഞാൻ ഈ പറയുന്ന നിങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്താല് പിന്നെ ഞാൻ ഇന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറയും. എന്നാ ശരി ഉസ്താദെ, അർജന്റൊന്നുമില്ലല്ലോ, അതൊന്ന് കേൾക്കുക. ഇത് ഏത് വാപ്പയായി പറയണ്ടേ? സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു തന്നെയാണ്. കണ്ടോ, കഴിയൂല. CH പണ്ട് നിയമസഭയിൽ പ്രസംഗിച്ചതിന്റെ ഓഡിയോ കാസറ്റ് ഇപ്പോഴും ഉണ്ട്. CH പോയി, പുള്ളി വ്യത്യാസമില്ലാതെ. സഹോദരനെ ചിന്തിക്കണം. നമ്മൾ പറഞ്ഞത് ഓരോ ശ്വാസം പോലും അതിന് വിട്ടുപോയിട്ടില്ല, കൃത്യമായിട്ട് അതിലുണ്ട്. ഇത് മനുഷ്യന്മാര് കണ്ടുപിടിച്ചതാണ്, അള്ളാഹു കൊടുത്ത ചെറിയ ബുദ്ധി കൊണ്ട്. എന്റെ ബൈപ്പാസ് വഴി വണ്ടിയിൽ പോരുമ്പോ ക്യാമറന്റെ അടുത്തെത്തുമ്പോ എന്തേ ബ്രേക്കൊന്ന് ചവിട്ടി നല്ല കുട്ടിയായി പോയത്? ക്യാമറ കാണുമ്പോൾ എനിക്ക് നടക്കാൻ നല്ലൊരു പോക്കുണ്ട്. എല്ലാം കാണുന്നവൻ അള്ളാഹുവാണ്. ഈ ക്യാമറ എല്ലാം കാണൂല, എന്നാലും പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് ലൈവായിട്ട് ഇങ്ങനെ കണ്ടു എത്രയോ കാതമകല നടക്കുന്ന യുദ്ധം. ഇത് യുക്തിവാദികൾ ഒരു കാലത്ത് സംശയിച്ചിരുന്നു, ഇന്ന് സംശയിക്കൂല. ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ മിമ്പറിൽ കയറി ഖുത്ബ ഓതുമ്പോ എത്രയോ കിലോമീറ്റർ അകലെ കിടക്കുന്ന യുദ്ധമാണ് അള്ളാഹു ഇങ്ങനെ കാണിച്ചു കൊടുത്തത്. നേരെ ടിവിയിലൂടെ കാണുന്ന പോലെ, അങ്ങനെ ഒരു മാധ്യമം ഇല്ലാതെ. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. ആ പർവ്വതത്തിന്റെ ഭാഗത്തിലൂടെ ശത്രുക്കൾ വരുന്നുണ്ട്, സൂക്ഷിക്കൂ സാരിയ. സ്വഹാബത്താകെ അത്ഭുതപ്പെട്ടു. എന്താപ്പത് ഖുത്ബന്റെ ഇടയിൽ ഒരു ഓർഡർ കൊടുക്കുന്നത്? എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഖുത്ബ കഴിഞ്ഞിട്ട് സ്വഹാബത്ത് ചോദിച്ചില്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിനോട്? അദ്ദേഹം പറഞ്ഞ എന്താ? സാരിയ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്നത് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ആ പർവ്വതത്തിന്റെ ഭാഗത്തിലൂടെ ശത്രുക്കൾ വരുന്ന എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അത് അറിയിപ്പ് കൊടുത്തതാണ്, അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്. അപ്പൊ സ്വഹാബത്തിനൊക്കെ ഒരു അത്ഭുതം. ഏതാണ് സാരിയ വരട്ടെ ചോദിച്ചു നോക്കണം. സാരിയ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് വന്നപ്പോ ആളുകൾ ചോദിച്ചു, എന്താ യുദ്ധത്തിന്റെ വിജയ പരാജയങ്ങളൊക്കെ? വിജയിച്ചു, തോൽക്കുമായിരുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ അറിയിപ്പിന് വന്നതോടുകൂടെയാണ്. അപ്പൊ എന്തായി? അപ്പൊ ഓൽക്കും കറാമത്തായി.
ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് പറഞ്ഞ് സാരി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കേട്ടു. മൊബൈലില്ല, മൊബൈൽ മുഖേന നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അത് നമ്മളൊരു ഭൗതിക സംവിധാനം വെച്ച് അതില്ലാതെ അള്ളാഹ്ക്ക് കേൾപ്പിക്കാലോ. എത്ര പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ. ഇവിടെ കല്യാണം ഉറപ്പിക്കുമ്പോ ഡേറ്റിന് തർക്കം വന്നിട്ട് അവസാനം ഗൾഫിക്ക് വിളിക്കുകയാണ് പാപ്പ മക്കൾക്ക്. ദുബായിലുള്ള ആള് സംസാരിക്കുന്നത് കേട്ടാ തോന്നുന്നു ഓനിപ്പ അപ്പുറത്താണ് ഒന്നും കരക്കെന്ന് പറയാം. ഇതെന്തേ? മനുഷ്യന്മാർ ആവിഷ്കരിച്ചിട്ട. അമേരിക്കയിലെ ട്രേഡ് സെന്ററും പെന്റഗണും ആക്രമിക്കപ്പെട്ടപ്പോ അത് കത്തുന്നത്, വിമാനം പിടിച്ച് തകരുന്നത് ഇവിടെ ബെഡ്റൂമിലിരുന്ന് കാണാണ്. എങ്ങനെ കണ്ട്? സഹോദര, ഞാൻ എത്ര ദൂരമാണ് കിടക്കുന്നത്, എത്ര ദൂരം. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ച മനുഷ്യന് അള്ളാഹു എല്ലാം അറിയും കാണും എന്ന് പറഞ്ഞ ആരാ തർക്കിക്കുകയാണ്? ഒരു കാലത്ത് റഖീബ് അനതീദ് എഴുതുമ്പോ എത്ര ഈ ഒരു 80 കൊല്ലം ജീവിച്ചാൽ ഇതൊക്കെ എത്ര എഴുതാണ്ടാവും എന്ന് പറയോ? സൂപ്പർ കമ്പ്യൂട്ടറിന്റെ കാലാണ്. കുറെ വേണോ സഹോദര? കുറെ സ്ഥലം വേണോ? ഒന്നും വേണ്ട. സൂപ്പർ കമ്പ്യൂട്ടർ അവിടെ നിൽക്കട്ടെ. കുട്ടികളുടെ കയ്യിലുള്ള മൊബൈൽ ഉണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലുള്ള മൊബൈൽ. ആ മൊബൈലിന്റെ ചിപ്പിൽ എത്ര വിവരങ്ങളുണ്ട്. കുറഞ്ഞ ഏരിയയിൽ എത്ര വിവരങ്ങൾ. ഇതൊക്കെ മനുഷ്യൻ ആവിഷ്കരിച്ചെടുത്തു. പിന്നെ അള്ളാഹുവിനക്ക് കഴിവുണ്ടോ ഇല്ലെന്ന് ആരും സംശയിക്കൂല. അതുകൊണ്ട് അതേപോലെ തന്നെയാണ് അവയവങ്ങൾ സംസാരിക്കും. നാവിന് സംസാരശേഷി നൽകിയ അള്ളാഹു അവയവങ്ങൾക്ക് സംസാരശേഷി നൽകും. അവന്റെ തൊലികൾ വരെ സംസാരിക്കും. ചെയ്ത കാര്യങ്ങൾ നിഷേധിക്കാൻ കഴിയൂല. വെറുതെ പറയാനിട്ടോ എന്ന് പറയാൻ കഴിയോ? ഇല്ല സഹോദര, ഇല്ല. ഗൈബത്ത് പറയുന്നിടത്ത് ഇരുന്നതിനെപ്പറ്റി ചന്തി പറയും. എല്ലാം പറയും, കൃത്യമായിട്ട് ഓരോന്നും പറയും. അള്ളാഹു ഈ കാര്യം പറയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ ഹാദാ യൗമുൽ ഫസ്ൽ. ഇത് തീരുമാനത്തിന്റെ ദിനമാണ്. ദുനിയാവിന്ന് ഒന്നും വ്യക്തമായി തീരുമാനമാകാറില്ല, തീരുമാനമാകാതെ പോകാറുണ്ട്. എന്നാൽ എല്ലാം തീരുമാനമാകുന്ന ദിനമാണത്. ജമഅനാകും വൽ അവ്വലീൻ. നിങ്ങളെയും പൂർവീകരെയും നാം ഒരുമിച്ച് കൂട്ടും. നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളോടാണ്. നിങ്ങളെയും പൂർവീകരെയും നാം ഒരുമിച്ച് കൂട്ടും. അതുകൊണ്ട് ഫഇൻ കാന ലക്കും കൈദുൻ ഫകീദൂ. നിങ്ങൾക്ക് വലിയ ഗൂഢതന്ത്രങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗൂഢതന്ത്രങ്ങൾ എന്ന് മെനഞ്ഞോളൂ. നാളെ പറയത്രേ, ദുന്യാവെന്ന് അള്ളാന്റെ വിശുദ്ധ ദീനിനെതിരെ ഒരുപാട് ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞവരുണ്ട്, ശത്രുക്കള്. അവരോടന്ന് പറയത്രേ, നിങ്ങൾക്ക് വലിയ ഗൂഢതന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ മെനഞ്ഞോളും. ഗൂഢതന്ത്രം പല രൂപത്തിലുണ്ട്. അതിപ്പോ വ്യക്തിപരമായിട്ട് ചിലപ്പോൾ ഗൂഢതന്ത്രങ്ങൾ മെനയും അല്ലെ. അങ്ങനെ ഒരുപാട്. ഇപ്പോ പിന്നെ അമീർ മുഅ്തസിം, അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരു ബദവി, ഒരു പാവപ്പെട്ട ആൾ വരുമായിരുന്നു. ഒരു കഥ കേട്ടോളൂ. ഒരു ഗൂഢതന്ത്രത്തിന്റെ ഉദാഹരണം പറയാം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അമീർ മുഅ്തസിമിന്റെ അരികെ ഒരു ബദവി, ഒരു പാവപ്പെട്ട ആൾ വരും. അയാൾ നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് രാജാവിന്റെ ഭരണാധികാരിയുടെ പ്രശംസ പിടിച്ചു പറ്റി. അങ്ങനെ ഭരണാധികാരിയോട് അദ്ദേഹം വല്ലാതെ അടുത്തു. അമീറിന് ഇദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടം. ഇയാൾക്ക് തിരിച്ചു. ഇത് മന്ത്രിയില്, നമ്മളിതൊരു പൊട്ടക്കഥല്ല, മന്ത്രിക്ക് ഇതിൽ ഭയങ്കര അസ്വസ്ഥത. കാരണം ഈ ബദവി ഇങ്ങനെ അടുത്ത് അവസാനം മന്ത്രിസ്ഥാനം അയാളെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. എന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ആർക്ക്? ഈ മന്ത്രിക്ക്. മന്ത്രി ഏതു? മന്ത്രി കുലങ്കഷമായി ആലോചിച്ചു, ഈ ബദവിയെ എങ്ങനെ പറ്റിക്കണം, എങ്ങനെ ഇവിടുന്ന് രാജാവിൽ നിന്ന് അകറ്റണം, ഓനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ എന്റെ സ്ഥാനം പോകും. അതിന് അയാളൊരു ഗൂഢതന്ത്രം മനസ്സിൽ മെനഞ്ഞു. എന്നിട്ട് ആദ്യം ബദവിയുമായിട്ട് മന്ത്രി കമ്പനിയായി. നല്ല രൂപത്തിൽ പെരുമാറി ബദവിയാണ് കയ്യിലെടുത്തു. ഒരു ദിവസം മന്ത്രിന്റെ വീട്ടിലേക്ക് ബദവിയെ ക്ഷണിച്ചു. എന്നിട്ട് ഭക്ഷണം കൊടുത്ത കൂട്ടത്തില് നല്ലോണം ഉള്ളിയിട്ട കറി കൊടുത്തു. അത്രേ ഉള്ളി. ഇപ്പൊ ഈ ഉള്ളിക്ക് ഭയങ്കര മണമുള്ള, ഉള്ളി വേണ്ടതാണെങ്കിൽ അതിന്റെ മണം സഹിക്കാൻ കഴിയില്ല. നബിതങ്ങൾ പറഞ്ഞു, ഉള്ളി തിന്നൊരു പള്ളിയിൽ വരരുത്. ഉള്ളി എന്നോല് പള്ളി വരരുത് എന്നല്ല, വാസനിപ്പിച്ച് വരരുത് എന്നർത്ഥം. ഉള്ളി നാത്തോലുണ്ടാവില്ല. ഉള്ളി തിന്ന് വായ കെടുകാതെ പള്ളിയിലേക്ക് വരരുത്. വൃത്തികെട്ട വാസന ഉണ്ടാകുമ്പോൾ പള്ളി വന്നവർക്ക് വിഷമാവും. അത് ഹദീസിലുണ്ട്. എന്തായിരുന്നാലും ഇവിടെ മന്ത്രി എന്ത് ചെയ്തു? ഈ ബദവിയെ കൊണ്ടുപോയി നല്ല ഉള്ളി തീറ്റിച്ചു. തന്ത്രം ഇയാൾക്ക് മനസ്സിൽ, സാധുവിന് മനസ്സിലായതുമില്ല. പക്ഷെ എന്നിട്ട് ഇയാളോട് പറഞ്ഞു, നമ്മുടെ രാജാവിന് ഈ ഉള്ളിന്റെ മണം ഭയങ്കര വെറുപ്പാണ്. അതുകൊണ്ട് ഇന്ന് നീ രാജാവിന്റെ അരികിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം, വായ അങ്ങനെ പൊത്തിക്കൊണ്ടേ, വായ പൊത്തിയിട്ട് പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് രാജാവിന് വെറുപ്പം. അതിലിപ്പോ ആർക്കും സംശയം കൊടുങ്ങല്ലോ. അങ്ങനെ തന്നെയുള്ള ഉള്ളിന്റെ മണം പൊതുവെ
അപ്പൊ ഞാൻ അങ്ങനെ വല്ലാതെ വാസന പോകാതിരിക്കാൻ വായ പൊത്തിയിട്ട് പോണം, മൂക്കും വായും പൊത്തിയാൽ മതി. അപ്പൊ ഇയാള് ഈ സാധു ബദവി എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ പോയിക്കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടുന്ന് പിരിഞ്ഞു. ബദവി രാജാവിന്റെ അരികെ എത്തുന്നതിന് മുമ്പ് മന്ത്രി അവിടെ എത്തി, രാജാവിന്റെ അടുത്തെത്തി. എന്നിട്ട് രാജാവിനോട് വലിയ കാര്യമായിട്ട് പറഞ്ഞു, നമ്മുടെ കൊട്ടാരത്തിൽ എപ്പോഴും വരുന്ന ബദവി, ഞാനയാൾ നല്ലൊരു മനുഷ്യനാണെന്നാ കരുതിയിരുന്നത്. പക്ഷേ അയാളിപ്പോ ഒരു കാര്യം വല്ലാതെ പുറത്ത് പറഞ്ഞു നടക്കുന്നുണ്ട്. രാജാവിനോട് ഇല്ലാത്തൊരു നുണ പറയണം. അയാളെ തകർക്കാനുള്ള ഗൂഢതന്ത്രമാണ് കൈത്. അപ്പൊ രാജാവ് ചോദിച്ചു, എന്താണ് അയാൾ എന്നെ പറ്റി പറഞ്ഞു പരത്തുന്ന ചോദിച്ചു. അപ്പോ മന്ത്രി പറഞ്ഞു, നിങ്ങളുടെ അരികെ അയാൾ നല്ല രൂപത്തിൽ നിൽക്കും, എന്റെ അരികിലൊക്കെ അങ്ങനെ തന്നെ, പക്ഷെ അയാൾ പുറത്തു പോയാൽ നിങ്ങളെ പറ്റി വല്ലാതെ പറയുന്നുണ്ട്. അപ്പൊ രാജാവ് ചോദിച്ചു, എന്താ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വായയിൽ നിന്ന് വലിയ നാറ്റം വരുന്നുണ്ട്, സഹിക്കാൻ കഴിയാത്ത വായ നാറ്റം രാജാവിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഇയാൾ പുറത്ത് വല്ലാതെ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് രാജാവിനൊരു ക്ഷീണാണ്, അമീറിനൊരു ക്ഷീണാണത്. അപ്പോ രാജാവ്, അങ്ങനെ ഉണ്ടോ, എന്നെ പറ്റി അയാൾ അങ്ങനെ പറയുന്നുണ്ടോ? ഉണ്ട്, നീ വേണമെങ്കിൽ ഇന്ന് വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അയാൾ ചിലപ്പോ ഇങ്ങനെ വാഴ പൊത്തിയിട്ടാ ചിലപ്പോ വരിക. അപ്പൊ രാജാവ് എന്നാ അത് നോക്കാന്ന് കരുതി നിന്നു. ബദവി രാജാവിന്റെ അരികിലേക്ക് വന്നു. ബദവി എന്ത് ചെയ്തിട്ടുണ്ട്, മൂക്കും വാഴ ഇങ്ങനെ പൊത്തി വരുന്നുണ്ട്. ആ സാധു പൊത്താൻ കാരണം നല്ല ഉള്ളി തിന്നിട്ടാ വരുന്നത് മന്ത്രിന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ അതിന്റെ വാസന രാജാവിന് അനുഭവപ്പെടേണ്ടെന്ന് കരുതി നല്ല ഉദ്ദേശത്തോടെ പൊത്തിയത്. രാജാവ് കരുതി എന്താണ്, മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്, എന്റെ വായ നാറ്റം സഹിക്കാൻ കഴിയാന്ന് കരുതിയിട്ട് തന്നെയാണ് ഇയാൾ ഈ വായ പൊത്തിയിട്ടുള്ളത്, മൂക്കും പൊത്തി വരുന്നത്. ഈ സമയത്ത് രാജാവ് ഉടനെ തന്നെ എന്ത് ചെയ്തു, ഒരു അമീർ ഒരു എഴുത്തെഴുതി, ഒരു ഉദ്യോഗസ്ഥൻ. ആ എഴുത്തിൽ ഈ എഴുത്തുമായി വരുന്ന ആളെ വധിച്ചു കളയുക എന്നാണ്. ആ എഴുത്ത് സീൽ ചെയ്തിട്ട് ആരെടുത്ത് കൊടുത്തു, ബദവിന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇന്നാലിന്ന ഉദ്യോഗസ്ഥന് കൊണ്ടു കൊടുക്കണം. ബദവി ഇതൊന്നും അറിയില്ല. അയാള് ആ എഴുത്തുമായിട്ട് പോവാണ്. മന്ത്രി രഹസ്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്താണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഇയാൾ പോകുമ്പോ, ഈ ബദവി പാവപ്പെട്ട ആൾ ഈ എഴുത്തുമായി പോകുമ്പോ മന്ത്രി തടഞ്ഞു. എവിടേക്കാ പോകുന്ന വിഷയം. അപ്പോ ഇയാള് പറഞ്ഞു, ഇങ്ങനെ ഇന്നാലിന്ന ഉദ്യോഗസ്ഥന്റെ അരികിലേക്കാണ്, ഈ എഴുത്ത് അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പൊ മന്ത്രി വിചാരിച്ചത് ഇത് എന്തെങ്കിലുമൊക്കെ ഒരു പാരിതോഷികം കിട്ടാനുള്ള എഴുത്തായിരിക്കും, തലവെട്ടാനുള്ളതെന്ന് ഇയാൾ അറിയില്ല. ഇയാൾ ഒപ്പിച്ചേക്കാണ് ഇയാൾക്കെന്നെ തിരിച്ചടിക്കാൻ. അതുകൊണ്ട് മന്ത്രി 2000 സ്വർണം ഞാൻ എനക്ക് തരാം, ഈ എഴുത്തിന്റെ അടുത്ത് തന്നോ, ഞാൻ എത്തിച്ചു കൊടുത്തോളാം. ബദവിയാകെ അത്ഭുതപ്പെട്ടു പോയി. ഈ എഴുത്തിപ്പോ അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് തന്റെ ദൗത്യം. അത് ഞാൻ എത്തിച്ചു കൊടുത്തോളാം എന്ന് മന്ത്രി പറഞ്ഞിട്ടാണ് എന്ത് 2000 പൊന്ന് കൊടുത്തത്. ബദവി പാവം 2000 പൊന്ന് വാങ്ങി എടുത്ത് ഇയാളെ എടുത്തു കൊടുത്തു. ഇയാള് വലിയ പാരിതോഷികം എന്തോ കിട്ടാണ്ട് എന്തോ വലിയൊരു സംഗതിയാണെന്ന് കരുതിയിട്ട് ആ എഴുത്തുമായിട്ട് നേരെ ഉദ്യോഗസ്ഥന്റെ അരികിലെത്തി. ഈ എഴുത്ത് ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കൊടുത്തു. അയാളിത് തുറന്ന ഉടനെ തന്നെ വാള് കൊടുന്നു. നിങ്ങളെ വധിക്കാനാണ് അമീർ കൽപ്പിച്ചിട്ടുള്ളതെന്നോ. അതിൽ ഇയാൾ കരയാൻ തുടങ്ങിയത് ഞാനല്ല, ഇത് വധിക്കപ്പെടേണ്ടത് ഞാനല്ല, വേറെ ആളാണ് എന്നൊക്കെ ഇയാൾ പറഞ്ഞു നോക്കി. പക്ഷെ ആ സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ ഈ എഴുത്ത് കാണിച്ചു കൊടുത്തു. ഈ എഴുത്തുമായി വരുന്ന ആളെ വധിക്കണം എന്നാണ്. എഴുത്തുമായിട്ട് വന്ന നിങ്ങൾ, എനിക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല, തലവെട്ടി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മന്ത്രിയെപ്പറ്റി വിവരമില്ല. അതേ സമയത്ത് ബദവി വീണ്ടും രാജാവിന്റെ സദസ്സിലേക്ക് വരുന്നു. രാജാവ് അത്ഭുതപ്പെട്ടു പോയി. ഇയാളിപ്പോ നമുക്ക് വായനാറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ച ആള് നിങ്ങൾക്ക് തലവെട്ടാൻ വേണ്ടി പറഞ്ഞേച്ചുള്ളൂ, ഇയാൾ എങ്ങനെ ഇവിടെ എത്തിയത്? മന്ത്രിയെ കാണാനുമില്ല. അവസാനം നോക്കൂ, ചരിത്രത്തിൽ കാണാം, ഈ പാവപ്പെട്ട ബദവിയെ പിടിച്ചിട്ട് ഭരണാധികാരി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഗതികളൊക്കെ പറഞ്ഞത്. മന്ത്രി വീട്ടിലേക്ക് ക്ഷണിച്ചതും, എനിക്ക് കൂടുതലൊന്നും അറിയില്ല, നിങ്ങൾ തന്ന എഴുത്ത് മന്ത്രിനെ ഞാൻ കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അതിനു മുമ്പ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉള്ളി കൂടുതൽ തിന്നാൻ കൽപ്പിക്കുകയും കൂടുതലിട്ട കറി കൂട്ടാൻ കൽപ്പിക്കുകയും രാജാവിന് ഇതിന്റെ മണം ഒരിക്കലും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് മൂക്കും വായും പൊത്തിയിട്ട് നീ പോകണം എന്ന് കൽപ്പിച്ച സംഗതികളൊക്കെ പറഞ്ഞപ്പോ രാജാവിന് മനസ്സിലായി
എന്റെ മന്ത്രി ഒരു വലിയ കൊടുംചതിയാണ് ചെയ്തത്. പക്ഷെ അത് അയാൾക്ക് അയാളെ തല പോകാൻ കാരണമായി എന്നാണ്. സഹോദരനായ ഒരു കെട്ടുകഥയല്ല, സംഭവിച്ച കഥയാണ്. ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിച്ചാൽ ചിലപ്പോൾ അത് അവർക്ക് തന്നെ തിരിച്ചടിയാകും. ഇത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. അല്ലാഹു തആല നാളെ പരലോകത്ത് വെച്ച് പറയും അത്രേ, നരകത്തിൽ പോകുന്ന ആളുകളോട് പറയാണെന്ത്, എന്താ പറയുന്നത്? അവരോട് പറയും, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും വൽ അവ്വലീൻ ഫഇൻ കാന ലക്കും കൈദുൻ ഫകീദൂൻ. നിങ്ങൾക്ക് വല്ല ഗൂഢതന്ത്രങ്ങളും മെനയാൻ കഴിയുമെങ്കിൽ ഇപ്പം മെനയട്ടെ. ദുന്യാവെന്ന് കുറെ കളിച്ചവരാണല്ലോ, കാണട്ടെ നമ്മളൊന്ന്. ദുന്യാവിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പരിശുദ്ധ കഅബാലയം തകർക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിന്റെ ഗൂഢതന്ത്രത്തെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളീൽ. അല്ലാഹു പറഞ്ഞില്ലേ, അലം യജ്അൽ കൈദഹും ഫീ തളീൽ. ആ അബ്രഹത്തിന്റെയും സംഘത്തിന്റെയും ഗൂഢതന്ത്രത്തെ അല്ലാഹു വൃഥാവിലാക്കിയില്ലയോ? അതൊരു ഗൂഢതന്ത്രം. അത് ഇവിടെ തന്നെ പൊളിച്ചു. ഇനി നാളെ പടച്ചവൻ അവരോട് പറയും, അബ്രഹത്തിനോട് പറയും, നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇപ്പൊ വലിയ തന്ത്രം പറ്റുന്നുണ്ടെങ്കിൽ നോയിക്കോ. പരിശുദ്ധ കഅബാലയത്തിലേക്ക് തവാഫ് ചെയ്യാൻ ആളുകൾ വരുന്നത് അത് ഒന്ന് മുടക്കാൻ വേണ്ടിയിട്ടാണ്. അബ്രഹത്ത് എന്ത് ചെയ്തത്? യമനിൽ ഒരു കനീസയുണ്ടാക്കി. ഒരു കനീസ, മനോഹരമായ കഅബ പോലെ ഒരു കെട്ടിടം. എന്നിട്ട് വിളംബരം ചെയ്തു, ഇനി മക്കയിലേക്ക് ആരും പോകേണ്ടതില്ല, എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതി. പക്ഷെ ആരും അത് മൈൻഡ് ചെയ്തില്ല. അവസാനം മക്കയിൽ ഒരു അറബി പോയിട്ട് അതിൻ്റെ ഉള്ളിൽ മലമൂത്ര വിസർജനം നടത്തിയത്ര. അതോടെ അവൻ ആകെ ചൂടായി. കഅബാലയം ഞാൻ പൊളിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തു, ശപഥം ചെയ്തു. അങ്ങനെ ശപഥം ചെയ്തതിന്റെ ശേഷം അവൻ എന്ത് ചെയ്തു? ആന സംഘത്തെ നയിച്ചു കഅബ പൊളിക്കാൻ. എന്തിനാ ആനകളുമായിട്ട് വന്നത്? ആനകളുമായിട്ട് വരുമ്പോ പ്രതിരോധിക്കാൻ ആളുകൾ ഉണ്ടാവില്ല, പരമാവധി ആളുകൾ പേടിച്ചു മാറും. അബ്ദുൽ മുത്തലിബാണെന്ന് കഅബാലയത്തിന്റെ ആ പരിപാലനത്തിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നത് റസൂലുള്ളാഹിന്റെ പിതാമഹൻ. അവർക്ക് ഈ സംഘത്തെ പ്രതിരോധിക്കാനുള്ള കഴിവില്ലായിരുന്നു. അബ്രഹത്തും ആനപ്പടയും കഅബ പൊളിക്കാൻ വേണ്ടി വരുമ്പോൾ 1-2 സ്ഥലങ്ങളിൽ തടയാൻ വേണ്ടി ഖുറൈശികൾ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. അതുകൊണ്ട് കഅബാലയത്തിന്റെ അരികാരും നിന്നില്ല. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും മല കയറി. നമ്മൾ ആ രംഗം കാണണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കഅബയുടെ 4 അയലത്തെത്തുന്നതിന് മുമ്പ് അല്ലാഹു തആല ഒരു തരം പക്ഷികൾ അയച്ചു. ആ പക്ഷികള് ആ ആനപ്പടക്ക് നേരെ കല്ലുകൾ എറിഞ്ഞു, ചൂടുള്ള കല്ലെറിഞ്ഞു. അതിനെപ്പറ്റി പറഞ്ഞത് അലം യജ്അൽ കൈദഹും ഫീ തളീൽ. അവരുടെ ഗൂഢതന്ത്രത്തെ അവൻ വൃഥാവിലാക്കിയില്ലയോ? ഫഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ഒരു കൂട്ടം പക്ഷികളെ അവർക്ക് നേരെ അയച്ചു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചൂളയിൽ വാർക്കപ്പെട്ട കല്ലുകളെ കൊണ്ട് ആ പക്ഷികൾ അവർക്ക് നേരെ എറിഞ്ഞു. ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ. അല്ലാഹു തആല അവരെ തിന്നെടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പുകളെ പോലെയാക്കി. നാൽക്കാരി വൈക്കോല് തിന്നാൽ പൊട്ടും പൊടിയായി ഇങ്ങനെ കിടക്കും എന്നതുപോലെ ആ ആനകളൊക്കെ ചതറിപ്പോയി കൊണ്ട്. അവിടെ മാംസം, ഈ ആനകളുടെയും ഇവരുടെയും മാംസം എല്ലുന്നതിന് വേർപെട്ടു എന്നാണ്. എത്ര ഭീകരായിരിക്കും! ഒരു ചെറിയ എലി എത്താൻ എന്താ അവസ്ഥ? ഒരു പൂച്ച വണ്ടി തട്ടി ആകെ അതിന്റെ മാംസം ചെതറിപ്പോയാൽ അതെന്നെ കാണാൻ കഴിയുന്നില്ല. എങ്കിലും നോക്കൂ, അബ്രഹത്തും അവന്റെ ആനപ്പടയുമത ചതറിക്കടക്കുന്നു, അവന്റെ അനുയായികളും. അള്ളാഹു ആ ഗൂഢതന്ത്രം കഅബ പൊളിച്ചിട്ട് കഅബ തകർത്തിട്ട് മക്കയിലേക്കുള്ള വരവ് അത് തടയണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഗൂഢതന്ത്രം. വെറുതെ ആ ഗൂഢതന്ത്രം ശരിക്ക് കൈത് എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള തന്ത്രത്തിനാണ് കൈത് അറിയാം. കഅബ പൊളിക്കാൻ വരിക എന്നുള്ളത് പരസ്യമായിരുന്നു. പക്ഷെ അവിടെ രഹസ്യം എന്താ? കഅബ പൊളിക്കുക വഴി ആളുകളെ കഅബാലയത്തിലേക്കുള്ള വരവ് അത് യമനിലേക്ക് തിരിച്ചുവിടണം. അതായിരുന്നു തന്ത്രം. അതാണ് പാളിപ്പോയത്. മക്ർ എന്നും പറയും, കൈത്, മക്ർ. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വധിക്കാൻ സ്വാലിഹ് നബിയുടെ ജനതയ്ക്കൊരു തന്ത്രം, അവരൊരു ഗൂഢതന്ത്രം ആവിഷ്കരിച്ചു. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ സ്വാലിഹ് നബിയെ കൊല്ലാൻ വേണ്ടിയിട്ട്
ഏതാനും ആളുകൾ ഒരു ഗുഹയിൽ ഒളിച്ചു നിന്നില്ലേ? അള്ളാഹു അതിനെ പറ്റി പറഞ്ഞു, അവരൊരു ഗൂഢതന്ത്രം ആവിഷ്കരിച്ചു. നമ്മൾ മറുതന്ത്രം ആവിഷ്കരിച്ചു എന്നാണ്. അതായത് അവരെ തന്ത്രത്തെ പരാജയപ്പെടുത്തിയത്. ആ ഗുഹാമുഖം ഒരു കല്ലുകൊണ്ട് അള്ളാഹു അടിച്ച് ശ്വാസം മുട്ടിച്ചോലക്കൊന്നു. എത്രയോ സംഭവങ്ങൾ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തൊരു അത്ഭുതകരമായ ഒട്ടകമുണ്ടായിരുന്നു, മുഅ്ജിസത്തിന്റെ ഒട്ടകം. ആ പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ കൊണ്ടുവന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. സ്വാലിഹ് നബി അള്ളാഹിനോട് ദുആയിരുന്നു. ആ പാറക്കല്ലിലേക്ക് സ്വാലിഹ് നബി വിരൽ ചൂണ്ടി. അതിന്റെ ഉള്ളിൽ നിന്നൊരു വലിയ ഒട്ടകം പുറത്തു വന്നു. അതാണ് നാഖത്തുല്ലാഹ്, അള്ളാന്റെ ഒട്ടകമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ച ആ ഒട്ടകത്തെ വധിക്കാൻ വേണ്ടി ഗൂഢതന്ത്രം ആവിഷ്കരിച്ചു. ഖുദാർ എന്ന് പറയുന്ന ഒരു റൌഡിയുടെ നേതൃത്വത്തിൽ 9ഓളം ആളുകൾ. ഖുർആൻ ആ കഥ പറയുന്നുണ്ട്. അള്ളാഹു അതും തകർത്ത് കളഞ്ഞില്ലേ? ഒട്ടകത്തെ വധിച്ചു അവർ. അതോടുകൂടെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നു, ശക്തമായ ഭൂകമ്പം. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നൂഹ് നബിക്കെതിരെ, അതുപോലെ മഹാനായ ഇബ്രാഹിം നബിക്കെതിരെ മൂസാ നബി ഉണ്ടായിട്ടുണ്ട്. മൂസാ നബിക്കെതിരെ ഗൂഢതന്ത്രം ഉണ്ടായി. ഖാറൂനാണ് ചെയ്തത്. എന്ത്? മൂസാ നബിനെ തകർക്കാൻ വേണ്ടി ഖാറൂന് സ്വീകരിച്ച നിലപാട് എന്താ അറിയോ? ഖാറൂൻ വലിയ മുതലാളിയാ. ഒരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടി. മൂസാ നബി നല്ല പ്രഭാഷകനായിരുന്നു. മൂസാ നബിന്റെ ഭാഗത്തേക്ക് ജനങ്ങൾ ഒടുകുന്നത് തടയാൻ വേണ്ടിയിട്ടൊരു തന്ത്രം. മൂസാ നബി അത് മനസ്സിലാക്കിയില്ല, പാവം. ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിലേക്ക് മൂസാ നബിയെ ക്ഷണിച്ചു പ്രസംഗിക്കാൻ വേണ്ടി. മൂസാ നബി റാഹത്തോടുകൂടെ പോയി. കുറെ ആളുകളുണ്ടല്ലോ, കിട്ടിയ ചാൻസിൽ ഒരു ഉജ്ജ്വല പ്രസംഗം നടത്തണം. എന്താ പ്രസംഗിക്കേണ്ട വിഷയം എന്താന്ന് ചോദിച്ചു. ആ സമയത്ത് ഖാറൂന്റെ ആളുകൾ പറഞ്ഞുകൊടുത്തു, ഈ ശിക്ഷകളെ പറ്റി പറഞ്ഞാൽ മതി. വ്യഭിചാരത്തിന്റെ ശിക്ഷ, മോഷണത്തിന്റെ ശിക്ഷ. അങ്ങനെ എന്തായി? മൂസാ നബി പ്രസംഗിച്ചു. അപ്പൊ വ്യഭിചാരത്തിന്റെ ശിക്ഷ വിശദീകരിച്ചപ്പോ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അല്ല, വ്യഭിചാരത്തിന്റെ ശിക്ഷ താങ്കൾ വ്യഭിചാരം ചെയ്താലും ഇങ്ങനെ തന്നെ ആവൂലെന്ന് ചോദിച്ചു. മൂസാ നബി ഒക്കെ പറഞ്ഞു, അതെ, എനിക്കായിട്ട് നിയമത്തിന് മാറ്റില്ല, ഞാൻ വ്യഭിചാരം ചെയ്താലും ഇതേ ശിക്ഷ. ഉടനെ തന്നെ ഇയാള് പറഞ്ഞു, എങ്കിൽ താങ്കൾ ഈ നാട്ടിലെ ഇന്നാലിന്ന പെണ്ണിനെ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് ഒരു പെണ്ണ് ഇവിടെ പറയുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അതിൽ ആ പെണ്ണാണ് എഴുന്നേറ്റുന്നു. ആ പെണ്ണ് പറഞ്ഞു, എന്നെ മൂസാ നബി വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതോടുകൂടി മഹാനായ മൂസാ നബിയുടെ എതിരാളികൾ കൂക്കാൻ തുടങ്ങി. ഇയാളാപ്പ നമ്മളോട് പ്രസംഗിക്കുന്ന ആള് വഷളയിലെ നിരപരാധിയായ നിഷ്കളങ്കനായ കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പ്രസംഗപീഠത്തിൽ തലവെച്ചു. വഷളത്തരം കൊണ്ട് റബ്ബേ ആകെ തളർന്നല്ല. എത്ര നല്ല ആളാണെങ്കിലും ആൾക്കാർക്ക് സംശയം വരും. ഒരു മനുഷ്യനെ തകർക്കാനുള്ളൊരു വഴി അതാണ്. അതുകൊണ്ടുള്ള ശത്രുക്കൾ പലപ്പോഴും ആ നിലപാട് സ്വീകരിക്കുന്നത്. ഇല്ലാത്ത കഥ പടച്ചുണ്ടാക്കിയിട്ട് ഇരപ്പാക്കാൻ നോക്കും. എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് ആരോപണങ്ങൾ വരിക. മയ്യത്തിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയില്ല, ഒന്നും പ്രവർത്തിക്കൂല. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. എല്ലാ കാലത്തും ശത്രുക്കൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. ആ രൂപത്തിൽ ഉള്ള പ്രവർത്തനം നടത്തും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകെ തളർന്നുപോയി. ആളുകൾ ഇങ്ങനെ കൂക്കുമുളി ഉണ്ടാക്കാണ്. ആളുകൾക്ക് നല്ലൊരു വിഷയം കിട്ടിയതല്ലേ. ഒന്നായിട്ട് ബഹളം. മുഅ്മിനീങ്ങളാകെ വിഷമിച്ചും ചെയ്തു. പടച്ചോനെ, മൂസാ നബിന്റെ അടുത്ത് പറ്റിയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ തന്നെ 2 റക്അത്ത് നിസ്കരിച്ചു. എല്ലാം സമർപ്പിച്ചു റബ്ബിലേക്ക് വിഷയം. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പെണ്ണിനോട് ഇങ്ങനെ ചോദിച്ചു, ആകാശങ്ങളെയും ഭൂമിയെയും എന്നെയും നിന്നെയും പടച്ച അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ പറഞ്ഞത് സത്യമാണോ? ആ ചോദ്യത്തിന്റെ മുന്നിൽ ഈ പെണ്ണ് പതറിപ്പോയി. ഈ പെണ്ണ് പറഞ്ഞു, അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്നോട് ഖാറൂൻ അങ്ങനെ പറയാൻ പറഞ്ഞതാണ്. അതിന് എനിക്ക് ഇത്ര പൊന്ന് തന്നിട്ടുണ്ട് എന്നാണ്. ആ സമയത്ത് മഹാനായ മൂസാ നബി ദുആ ചെയ്തു, അല്ലാഹുവേ, ഇനി ഒരിക്കലും ഇവനെ നിർത്തരുത്. അതിലാണ് ദുആയിരുന്നതാണ്. അതിലാണ് ദുആയിരുന്നു. ഖാറൂനെതിരെ മൂസാ നബിയാണ് ദുആയിരുന്നത്. അള്ളാഹ് പറയുന്നത്, അവനെയും അവന്റെ ഭവനത്തെയും ഭൂമിയിൽ നാം ആഴ്ത്തിക്കളഞ്ഞു. ഭൂമിയാണ് പിളർന്നു, ഖാറൂനാണ് പോയി. ലോക ചരിത്രത്തിലെ ആ മഹാമുതലാളി ഓ യാത്ര പോകുന്ന സമയത്ത് 700 പെണ്ണുങ്ങൾ 600 പെണ്ണുങ്ങളൊക്കെ അവന്റെ മുന്നിൽ നൃത്തം ചെയ്തു പോകുമായിരുന്നു എന്നാണ്. ഖാറൂൻ വരുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ആളാ. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നത് പോലെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്ന സമയത്ത്
പുരാതന വേഷം ധരിച്ചുകൊണ്ട് 50,000 ആളുകൾ വൈറ്റ് ഹൗസ് വളഞ്ഞേക്ക്, തോക്കേന്ത്യ പട്ടാളക്കാർ വേറെ. എന്തിനാ? രാജ്യത്തിന് അതിന്റെ ആ സെറ്റപ്പ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, ശക്തി അറിയിക്കാനാണ്, അതിനുള്ള പരേഡും കാര്യങ്ങളും. ഇവിടെ നോക്കൂ, ഖാറൂന് ആ രൂപത്തിൽ പ്രവർത്തിച്ച ആളാ, പക്ഷെ ഭൂമിയിൽ വിഴുങ്ങി. ഓന്റെ ഗൂഢതന്ത്രത്തെ അള്ളാഹു നശിപ്പിച്ചു എന്നാണ്. അതൊരു ഗൂഢതന്ത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനസികമായി തളർത്താൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തകർത്ത് കളയാൻ, റസൂലുള്ളാഹിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ, മുഅ്മിനീങ്ങളെ പറ്റ തളർത്തിക്കളയാൻ മുനാഫിക്കുകൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തി. അതിലൊന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചരിച്ചു എന്നുള്ള ഒരു ഗൂഢതന്ത്രം പ്രചരിപ്പിച്ചത്. പരാജയപ്പെടുത്തിയില്ലേ അല്ലാഹു? ആയിഷ റളിയല്ലാഹു അൻഹയും അതുപോലെ സഫ്വാൻ റളിയല്ലാഹു അൻഹും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിച്ചു. അതിനൊരു കാരണമുണ്ടായി. യുദ്ധത്തിന് പോയി. യുദ്ധം കഴിഞ്ഞ് പോരുമ്പോൾ, ഓരോ യുദ്ധത്തിന് പോകുമ്പോൾ നബി തങ്ങൾ ഓരോ ഭാര്യമാരെ കൊണ്ടുപോകും. അന്ന് അറക്കിടലാണ്. നമ്മള് ഉണ്ടല്ലോ പഞ്ചായത്തിലൊക്കെ നറുക്കിടൽ അല്ലെ, സീറ്റിന് ഭയങ്കര തർക്കമാകുമ്പോ അങ്ങനെയാണ്. സീറ്റിനൊക്കെ ഭയങ്കര തർക്കമാവും. ആവശ്യമാണ്. അധികം ചോദിച്ചു വാങ്ങരുത് എന്നാണ്. വോട്ട് ചോദിച്ചാൽ പോകണ്ടെന്നല്ല, ഒരൊറ്റ കുട്ടി വോട്ട് ചെയ്യില്ല. എന്നാലും അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല. പിന്നെ പറയണമെന്ന് ഏൽപ്പിക്കരുത്. അപ്പൊ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. എല്ലാരും കൂടി ഏൽപ്പിച്ചാൽ അള്ളാന്റെ സഹായം ഉണ്ടാവും. കാര്യങ്ങളൊക്കെ നടന്നു പോകണല്ലോ. തർക്കം തീർക്കാൻ അള്ളാന്റെ തിരുദൂതർ നറുക്കിടും. ഒരിക്കൽ ഒരു യുദ്ധത്തിന് നറുക്ക് വീണത് ആയിഷ ബീവിക്കാണ്. ആയിഷ ബീവി ചെറുപ്പക്കാരിയാണ്, തടി മെലിഞ്ഞ കുട്ടിയാണ്. അങ്ങനെ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത് കൊണ്ട് യുദ്ധത്തിന് പോകുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കട്ടിലിന്റെ ഉള്ളിൽ ആയിഷ ബീവി കയറി. ആളുകൾ ആ കട്ടിൽ ഒട്ടകപ്പുറത്തേക്ക് വെച്ചു. വിരി തൂക്കിയിട്ടുകൊണ്ട് ആയിഷ ബീവിനെ കാണാൻ പറ്റില്ലല്ലോ, മറ വേണമെന്നുള്ള ആയത്തിറങ്ങിയതിന്റെ ശേഷം. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഇവർ മലമൂത്ര വിസർജനത്തിനും മറ്റുമൊക്കെ പോകാൻ വിശ്രമിക്കാൻ ഒരു സ്ഥലത്തിറങ്ങി രാത്രി. ആയിഷ ബീവിക്ക് ഇനി മൂത്രമൊഴിക്കാനോ മറ്റോ പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒട്ടകക്കട്ടിൽ പുറത്തെടുത്ത് വെച്ചു. സ്വഹാബത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അതിൽ ആയിഷ ബീവി എന്ത് ചെയ്തു? ഒട്ടകക്കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയും പോയി. ആയിഷ ബീവി മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോ മാല കാണാനില്ല. അപ്പൊ മാല അവിടെ കൊഴിഞ്ഞാടിയതാണ്. മാല എടുക്കാൻ വീണ്ടും കൊണ്ടുപോയി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോ ആരും കാണാനില്ല. യാത്രാ സംഘം പോയിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം? ആയിഷ ബീവി ഒട്ടകക്കട്ടിൽ ഉണ്ട് എന്ന് കരുതിയാണ്ട് സ്വഹാബത്ത് ഒട്ടകക്കട്ടിൽ എടുത്തുകൊണ്ട് ഒട്ടപ്പുറത്ത് വെച്ചു. ഇത് ടൂറ് പോകുമ്പോ നമ്മൾ ഒരു സ്ഥലത്തിറങ്ങി ഒരു കുട്ടീനെ അവിടെ ഇട്ട് പോരും പോലെയാണ്. എല്ലാവരും ആളെത്തി എന്നുള്ള രൂപത്തിൽ വണ്ടി പോന്നു. ഇതേപോലെ തന്നെ മൊബൈൽ മറന്നു പോയതാണ്, എടുക്കാൻ പോയതാണ് കുട്ടി എന്ന പോലെ. അപ്പൊ ഈ ഒട്ടകക്കട്ടിൽ ഉയർത്തുമ്പോ അറിയില്ല ഇതിൽ ആയിഷ ബീവി ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ കനം കുറവായ പെൺകുട്ടി ആയതുകൊണ്ട് ഉണ്ട് എന്ന് കരുതിയവര്. പക്ഷെ അന്ന് നബിതങ്ങളുണ്ട്. യുദ്ധം കഴിഞ്ഞു പോരുമ്പോ ഒരാളെ ബാക്കിൽ പോരും. ഒരാൾ എന്തിനൊക്കെ കൊയിഞ്ഞാടിയിരുന്നെങ്കിൽ എടുക്കാനാണ്. അത് സഫ്വാൻ റളിയല്ലാഹു അൻഹു അതിന്റെ ചുമതല. അതങ്ങനെ നറുക്കിടലാണ്. ആരാണ് ബാക്കിൽ പോരേണ്ടത്? ആയിഷ ബീവി വന്നു നോക്കുമ്പോ ആരെയും കാണാനില്ല. നബിയും സ്വഹാബത്തും പോയിട്ടുണ്ട്. ആയിഷ ബീവി നല്ല തന്റേടിയാണ്. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ആ പരക്കം പായും, തെരഞ്ഞു പോയാലും പിന്നെ കിട്ടൂല. ആയിഷ ബീവി എന്ത് ചെയ്തു? പരക്കം പാഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഇരുന്നു. നല്ല ക്ഷീണമുണ്ട്, നല്ല നിലാവുള്ള രാത്രിയാണ്. ആയിഷ ബീവി എന്ത് ചെയ്തു? ഒന്നിങ്ങനെ കണ്ണിങ്ങനെ മാടിപ്പോകാന്നല്ല. അപ്പൊ ഈ മൂടുപടവ് ഉയർത്തിയിട്ടിരിക്കണം. സഫ്വാൻ റളിയല്ലാഹു അൻഹു വല്ലതും കൊഴിഞ്ഞാതി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കിലൂടെ വരികയാണ്. അപ്പോഴാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി അടങ്ങനെ ഒരു പാറക്കല്ലുമ്മ ഇരിക്കുന്നുണ്ട്. ആയിഷ ബീവിനെ കണ്ടപ്പോ പടച്ചോനെ ആയിഷ ബീവിയുള്ള ഒറ്റയ്ക്ക് ഇരുത്തം എല്ലാം വായിച്ചെടുത്തു സഫ്വാൻ റളിയല്ലാഹു അൻഹു. ഇതെന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങിയതായിരിക്കും, മറ്റുള്ളവർ അറിയാതെ പോയതായിരിക്കും. എന്തായിരുന്നാലും ആയിഷ ബീവിനെ കണ്ടതോടുകൂടെ നാവുമെന്ന് ഇങ്ങനെ വന്നു, ഇന്നാലില്ലാന്ന്. അല്ല, ആയിഷ ബീവി ഞെട്ടിനുണർന്നു. വേഗം മൂടുപടം താത്തിട്ടു. സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒന്നും പറഞ്ഞില്ല. ഒട്ടകത്തിന് മുട്ടൂത്തി കൊടുത്തു. ആയിഷ ബീവി എന്ത് ചെയ്തു? ഒന്നും വേണ്ടിയില്ല. ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ലല്ലോ, ഒട്ടപ്പുറത്തവിടെ കയറി. ഇതിപ്പോ നമ്മളിങ്ങനെ പോരുമ്പോ നമ്മൾ അയലോക്കത്തുള്ള ഒരു സഹോദരി ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങാടി ഇരിക്കുന്നുണ്ട്. അപ്പൊ മോട്ടോർ സൈക്കിളുമ്പോൾ കയറാൻ പറഞ്ഞു. എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ കുടുങ്ങി നിൽക്കാന്ന് കരുതിയിട്ട് അയൽപ്പക്കത്തുള്ള സഹോദരി അല്ലെങ്കിൽ നാം അറിയുന്ന ഒരു പെണ്ണിനെ ആ മോട്ടോർ സൈക്കിളിന്റെ ബാക്കിൽ കയറ്റി പോയാൽ ഇത് കണ്ട ആൾക്കാരെന്താ പറയാ? എത്ര വയലാന്നിട്ടും കാര്യം ഉണ്ടാവില്ല. ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും. നല്ല ആൾക്കാരാ. അത് നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരും. ആ പെണ്ണിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഇന്ന ആൾ ഇവിടെ കുടുങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയാന്നല്ലാതെ ഓളം മോട്ടോർ സൈക്കിൾ കയറ്റിക്കൊണ്ടാൽ ചിലപ്പോൾ അപകടവും. അപ്പൊ എന്താവും? അത് വെളുക്കാൻ തേച്ചത് പാണ്ടാവും. ഇവിടെ നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് കയറി. ഓല് സ്പർശിച്ചിട്ടില്ല, വർത്താനം പറയല്ല, ഒന്നുമില്ല.
അടുത്ത കേന്ദ്രത്തിൽ നബി ഇറങ്ങും, നബിയും സ്വഹാബത്തും ഇറങ്ങും. അവിടേക്ക് വേഗത്തിൽ പോയി അവിടെ ഇറക്കി കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിൽ കയറി. ഇത്ര ഉണ്ടായിട്ടുള്ളൂ. ഇത് മുനാഫിക്കുകൾ എന്തായി? ഓലിങ്ങനെ നോക്കല്ലേ, മഷീട്ട് നോക്കല്ലേ, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ദീനിനെ തകർക്കാം. ഓലാണ് പ്രചരിപ്പിച്ചു സൊഫ്വാനും ആയിഷയും ബന്ധമുണ്ട്, വെറുതെ നല്ല ആയിഷ പിന്തിയത്, അതുപോലെ ഐഡിയാണ്, വ്യഭിചാരം നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പാവം ഈ ഗൂഢതന്ത്രം ആരും അറിഞ്ഞില്ല. മദീനയിലാകെ ഈ വിഷയം പാട്ടായി. നബി മാനസികമായിട്ട് തളർന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു തളർന്നു, എല്ലാവരും. പക്ഷെ ഈ ആയിഷ ബി സാധുതൊന്നും അറിയില്ല. യാത്ര കഴിഞ്ഞ് വന്ന് ഒരു പനി പിടിച്ചു. എന്തോ ഒരു പ്രശ്നമുണ്ട് വാപ്പാക്കും ഉമ്മാക്കും റസൂലിനും ഒക്കെ. റസൂൽ ആ പഴയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. വന്നാ ഉടനെ പോവാണ്, ഒന്ന് വരും ഉടനെ പോവും. എന്താ ഇത് അറിഞ്ഞില്ല. അങ്ങനെ ആ ഗൂഢതന്ത്രത്തെ അള്ളാഹു തകർത്ത് കളഞ്ഞു. 1.5 മാസത്തോളം സഹോദര മദീനയിലാകെ ഈ വിഷയം പാട്ട. ആയിഷ ബി ഇതൊന്നും അറിഞ്ഞില്ല. നമ്മളെ കൂട്ടത്തിൽ നിന്ന് 3 ആളുകളിൽ പെട്ടുപോയി. ഈ ശത്രുക്കളെ പ്രചരിപ്പിക്കുന്ന ഈ പ്രചാരണത്തിൽ ആ വലയിൽ പെട്ടുപോയി. ഒന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, 2 റസൂലുള്ളാഹിന്റെ ഭാര്യ സൈനബ ബീവിയുടെ സഹോദരി ഹംന റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹു. ഈ 3 പേര് അറിയാതെ ആയിഷാന്റെ അടുത്ത് അങ്ങനെ പറ്റിയിട്ടുണ്ടാവും പോലും പറഞ്ഞു. ഈ മിസ്തഹിന്റെ ഉമ്മ ആയിഷ ബീവിന്റെ അടുത്ത കുടുംബമാണ്. ഒരിക്കൽ ആയിഷ ബീവിന്റെ അടുത്തേക്ക് വന്നു. ആയിഷ ബീവി ഇതൊന്നും അറിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു മോളോട് പറണ്ടാൻ തീരുമാനിച്ചു. അവൾക്ക് ഏതെങ്കിലും പനിയാണ്, നീ ഇടങ്ങാറാക്കണ്ട. റസൂലും പറഞ്ഞില്ല. അങ്ങനെ ഈ മിസ്തഹിന്റെ ഉമ്മ ഒരിക്കൽ ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മലമൂത്ര വിസർജനത്തിന് പോകണ ആവശ്യം വന്നു. നല്ല പനിയാണ്. അപ്പൊ ഈ മിസ്തഹിന്റെ ഉമ്മ എന്ത് ചെയ്തു? കൊണ്ടുപോയി. അങ്ങനെ മലമൂത്ര വിസർജനം കഴിഞ്ഞ് പോരുമ്പോ ഈ മിസ്തഹിന്റെ ഉമ്മ മിസ്തഹ് എന്ന് പറയും, ഒരു കാല് കല്ലുമ്മ വെച്ച് കുത്തിയിട്ടാണ് വീഴാൻ പോയി. ഈ അറബിയാക്കൊരു സ്വഭാവം ഉണ്ട്, അങ്ങനെ വല്ലതും പറ്റുമ്പോൾ ഏറ്റവും വെറുപ്പുള്ള പോലെ പേര് വിളിച്ചറിയും. മിസ്തഹിന് നാശം നടന്നു മകനെ പറ്റി. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാണ് പാവം മിസ്തഹിനെ പറയുന്നത്? ബദരീങ്ങളിൽപ്പെട്ട ആളാണല്ലോ മിസ്തഹ്, എന്തിനാ നിങ്ങൾ മിസ്തഹിനെ കുറ്റം പറയുന്ന ചോദിച്ചു. അപ്പോ മിസ്തഹിന്റെ ഉമ്മ പറഞ്ഞു, നന്നെ പറ്റിയുള്ള ഈ ആരോപണമൊക്കെ പറഞ്ഞു വരത്തേണ്ടത് മിസ്തഹാണ്. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, എന്നെ പറ്റി എന്താ അപ്പളാ ഈ സാധു അറിയുന്നത്? ഒരു ഏതുണയും എന്നെ പറ്റി എന്താ ആരോപണം? അറിഞ്ഞിട്ടില്ല ആയിഷ, നീയും സഫ്വാനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, വ്യഭിചാരം നടന്നിട്ടുണ്ട് എന്നുള്ളപ്പോ ഇവിടെ ആകെ പ്രചാരണം. അതാണ് റസൂൽ ഇങ്ങോട്ട് വല്ലാതെ വരാത്തത്, വന്നാൽ തന്നെ വേഗം പോകുന്നത്. ചരിത്രം പറയുന്നത് കേട്ടതോട് കൂടെ ആയിഷ ബീവി കരഞ്ഞുകൊണ്ടോടി. അന്നത്തെ രാത്രി ഒരു സെക്കൻഡ് ഉറങ്ങിയില്ലെന്നാണ് ആ ചരിത്രം. അങ്ങനെ വായിച്ച് നമ്മളെ കണ്ണീര് മുറിഞ്ഞു വീഴും. ആയിഷ റളിയല്ലാഹു അൻഹ മാനസികമായ വിഷമം കാരണം അന്ന് തീരെ ഉറങ്ങിയില്ല. പിറ്റേന്ന് നബിതങ്ങൾ വന്നു. നബിതങ്ങൾ വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഭയങ്കര വിഷമത്തിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബിതങ്ങൾ പറഞ്ഞു. അപ്പൊ ആയിഷ ബീവി അറിഞ്ഞല്ലോ. അപ്പൊ നബി പറഞ്ഞു, ആയിഷ നീ അങ്ങനെ തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇജ്ജ് പൊറുക്കലിനെ തേടിക്കാം. അല്ല, നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റ് വന്നിട്ടില്ലെങ്കിൽ ഇജ്ജ് പേടിക്കണ്ട, പടച്ചോൻ സത്യം ഒഴിവാക്കും. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാല് നിങ്ങൾ അംഗീകരിക്കൂല, ഞാൻ കളവ് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നു എന്ന് ഞാൻ നുണ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും വിശ്വസിക്കും. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വന്നിട്ടില്ല എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം. ആയിഷ റളിയല്ലാഹു അൻഹ, അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീ കാണാൻ വന്നു, ആ പെണ്ണുണ്ട്. ഇവരെല്ലാവരും കരയാൻ തുടങ്ങി. അതിൽ ആയിഷ ബീവി നബിയുടെ അടുത്തുനിന്ന് എഴുന്നേറ്റിട്ട് അപ്പുറത്ത് റൂമിൽ പോയി കമിഴ്ന്ന് കിടന്നിട്ട് കരയാൻ തുടങ്ങി. അതിലാണ് സൂറത്തുൽ നൂറിൽ അല്ലാഹു തആല ആയത്തിറക്കിയത്. 10-16 ആയത്തിലാണ് ഇറങ്ങി ആയിഷ ബീവി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട്. ആ ആയത്തിന് ഇറങ്ങിയതോടുകൂടെ നബിയുടെ മുഖം വിവർണമായി. അള്ളാഹുവിന്റെ തിരുദൂതർ എഴുന്നേറ്റിട്ട് ആയിഷ ബീവിന്റെ അരികിലേക്ക് ചെന്നു. ആയിഷ, വിഷയത്തിന് തീരുമാനമായി, അള്ളാഹു വചനങ്ങളിറക്കി, നീ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, നിങ്ങൾ പോലും എന്നെ സംശയിച്ചില്ലേ? നിഷ്കളങ്കമായി ചോദിച്ചു, നിങ്ങൾക്കും എന്നെ വിശ്വസിക്കാൻ ആയത്തിറങ്ങേണ്ടി വന്നില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷം വന്നു. ഇത്രത്തോളം ആയത്തുകൾ എന്റെ കാരണത്തിൽ ഇറങ്ങുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ശത്രുക്കളുടെ ഗൂഢതന്ത്രത്തെ അള്ളാഹു തകർത്ത് കളഞ്ഞു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കവിയായിരുന്നു. ഷായിറു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു
ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി ശത്രുക്കൾ പറഞ്ഞതിന് കൂടി കൊടുത്തിരുന്നു. അറിയാതെ കൂടിയതാണ്. ആ ഹസ്സാൻ റളിയല്ലാഹു അൻഹു സങ്കടം തീർത്തത് ആയിഷ ബീവിയെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരുപാട് പാട്ടുപാടി. ഹംദ റളിയല്ലാഹു അൻഹു മാപ്പ് ചോദിച്ചു, മിസ്തഹ് റളിയല്ലാഹു അൻഹു മാപ്പ് ചോദിച്ചു. അവരൊക്കെ തെറ്റിദ്ധരിച്ചതാണ്. ആയിഷ ബീവിന്റെ അടുത്ത് മനുഷ്യന്മാരല്ലേ, പറ്റിയിട്ടുണ്ടാവും. ഇവിടെ നോക്കൂ, ശത്രുക്കളുടെ ഒരു ഗൂഢതന്ത്രമായിരുന്നു. അള്ളാഹു ആ ഗൂഢതന്ത്രം തകർത്ത് കളഞ്ഞു. ചരിത്രത്തിൽ അങ്ങനെയുണ്ട്. ദുന്യാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സത്യവിശ്വാസികൾക്കെതിരെ അങ്ങനെ വരും. അത് അള്ളാഹു തകർത്ത് കളയും. പലതും തകർത്തിട്ടുണ്ട്. ഇനി അവരോട് നാളെ പരലോകത്തെന്ന് പറഞ്ഞ് വല്ലതുണ്ടെങ്കിൽ മെനേടാ എന്റെ തന്ത്രം കാണിച്ചു തരാം ഞാന് എന്ന് കൃത്യമായിട്ട് പറയുന്ന രംഗാണ്. അപ്പൊ നബിക്കെതിരെ നടത്തിയ ഒരു ഗൂഢതന്ത്രമായിരുന്നു നബിയെ വധിക്കുക എന്നുള്ളത്. ഒരാള് വധിച്ചാൽ കുടുങ്ങും എന്നതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതരെ എല്ലാവരും കൂടി വധിക്കാൻ വേണ്ടി റസൂലുള്ളാന്റെ വീട് വളഞ്ഞത്. അള്ളാഹു അതും തകർത്ത് കളഞ്ഞില്ലേ. നബിയെ അങ്ങയെ നാം സംരക്ഷിക്കും. അങ്ങ് നമ്മുടെ സംരക്ഷണത്തിനാണ്. അള്ളാഹു അങ്ങയെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഗൂഢതന്ത്രവും അള്ളാഹു തകർത്ത് കളഞ്ഞു. നബിയുടെ വീട് വളഞ്ഞപ്പോ യാസീൻ സൂറത്തിലെ 9 ആയത്തുകൾ ഓതിയിട്ട് പൂടിവാരി നബി എറിഞ്ഞു. അതോടുകൂടെ എല്ലാവരുടെ കണ്ണിലും അതെത്തി. റസൂൽ ഇറങ്ങിപ്പോയി. ശത്രുക്കളുടെ തന്ത്രം പാളിയിലെ കാണാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിനെ ജീവൻ കൊന്നിട്ടെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടെങ്കിലും അബൂജഹലിന്റെ മുന്നിൽ ഹാജരാക്കിയാൽ 100 ഒട്ടകം അവന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പാരിതോഷികം ലഭിക്കും. അതുകൊണ്ട് ഉമയ്യത്ത് ബിൻ ഖലഫടക്കമുള്ളവർ തെരയുകയാണ്. ഗാറസാറിന്റെ മുകളിൽ അവരെത്തുമ്പോൾ ആ ഗുഹയുടെ ഉള്ളിൽ നബിയും സിദ്ദീഖുന്നവരുമുണ്ട്. പക്ഷെ ആ ഗുഹയിലേക്കൊന്ന് പാളി നോക്കാൻ ഉമയ്യത്ത് ബിൻ ഖലഫിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? തോന്നിയില്ല. അള്ളാന്റെ കാവൽ നോക്കൂ, അവരുടെ തന്ത്രം പരാജയപ്പെടുത്തി. 2 പ്രാക്കളും മുട്ടയിട്ടിരുന്നു എന്ന് മാത്രമല്ല, 8കാരി ആ ഗുഹാമുഖത്ത് വലകെട്ടി. അത് കണ്ടതോടുകൂടെ ഇതിന്റെ ഉള്ളിൽ ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ കാവല. എത്രയോ സംഭവം. റസൂലുള്ളാഹിനെ വധിക്കുക എന്ന ഗൂഢതന്ത്രത്തോടുകൂടെ ആട്ടിന്റെ മാംസത്തിൽ വിഷം കലർത്തിയിട്ട് അള്ളാഹുവിന്റെ തിരുദൂതരെ ഭക്ഷിപ്പിക്കാൻ ശ്രമിച്ച ജൂതപ്പെണ്ണ് തകർത്തില്ലേ? ആ ഗൂഢതന്ത്രം തകർത്തില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നബിയോട് കഴിക്കരുത് എന്ന് പറഞ്ഞു. കഴിച്ചില്ല. നബി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മതിലിന് താഴെ വിശ്രമിക്കുന്ന നബി തിരുദൂതരറിയാതെ ശത്രുമുകളിലൂടെ വന്നിട്ട് ഒരു വലിയ കല്ല് മഹാനായ പ്രവാചകരുടെ ശിരസിലേക്കിടാനായിരുന്നു തീരുമാനം. പക്ഷെ ജിബ്രീൽ എന്ന മലക്ക് പൊക്കി, അവിടുന്ന് മാറ്റി. കെട്ടുകഥല്ലല്ലോ, ഗൂഢതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരുപാട് ഗൂഢതന്ത്രങ്ങൾ. മലപ്പുറം ജില്ലയിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ താനൂരില് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ശോഭയാത്രക്ക് ബോംബിടാൻ വേണ്ടിയിട്ട് 2 RSS പ്രവർത്തകർ ബോംബുണ്ടാക്കിയത്. ശോഭയാത്രക്ക് ബോംബിട്ടാൽ എന്തായിരുന്നാലും അത് മുസ്ലിങ്ങളാണെന്നല്ലേ ആരും പറയും. നബിദിന ഘോഷയാത്രക്ക് നേരെ ബോംബ് വന്ന് നമ്മളെ പിഞ്ചു കുട്ടികൾ പടഞ്ഞു മരിച്ചാൽ അതിന്റെ പിന്നിൽ ഉറപ്പായിട്ടും നമ്മുടെ മതത്തിന്റെ പുറത്തുള്ളവരാണെന്ന് നമ്മൾ വിചാരിക്കൂലേ? എന്നതുപോലെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അവരുടെ യാത്രക്ക് ബോംബ് വീണാൽ അത് മുസ്ലിങ്ങളാണെന്ന് ആരും പറയും. അപ്പൊ അതിന്റെ പേരിൽ മലപ്പുറം ജില്ലയിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 RSSകാർ ബോംബ് ഉണ്ടാക്കി. പക്ഷെ റബ്ബ് ആ ഗൂഢതന്ത്രം തകർത്തു. ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ പൊട്ടി. ഒരുത്തൻ മരിച്ചു, മറ്റവൻ രക്ഷപ്പെട്ടു. ഒരാൾ രക്ഷപ്പെടണമല്ലോ. അവനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഇത് ശോഭയാത്രക്ക് എറിയാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു എന്ന് തെളിഞ്ഞത്. അന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞെന്താ, മലപ്പുറം ജില്ലയെ ദൈവം കാത്തു എന്നാണ്. ഇല്ലെങ്കിൽ മഹാകലാപാവും, വലിയ കലാപാവും. സ്വന്തം ആളുകളെ കൊല്ലുക, എന്നിട്ട് അത് നമ്മളെ പേരിൽ വെച്ച് കെട്ടുക. നിങ്ങൾ ആലോചിച്ചു. അതിനല്ലേ സ്വാമി അസീമാനന്ദക്കും പറ്റിയത്. മലേഗാവ് സ്ഫോടനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട നമ്മുടെ പാവപ്പെട്ട സഹോദരൻ, മുസ്ലിം സഹോദരൻ രഹസ്യ കേന്ദ്രങ്ങളിൽ പോയി ക്രൂരമായി പീഡിപ്പിച്ചു. ആ സ്ഫോടനം ഉണ്ടാക്കിയത് ഇവനാണെന്ന് പറയണം. അതിനുവേണ്ടി ആ കുട്ടി അതറിയില്ല. ലിംഗത്തിൽ വയറ് കെട്ടിയിട്ട് ഷോക്കടിപ്പിച്ചു അത്രേ. എന്നിട്ട് ചോദ്യം ചെയ്യാൻ അതിവീപലസമായ രൂപത്തിൽ പീഡിപ്പിച്ചു. ഇവൻ അറിയാത്തൊരു സ്ഫോടനമാണ്. അതുകൊണ്ട് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. പോലീസ് തോറ്റു ആ വിഷയത്തിൽ. അവസാനം ജയിലിലടച്ചു. വേറൊരു കേസിൽ പിടിക്കപ്പെട്ട് ആ ജയിലിലാണെങ്കിലും VIP പരിഗണന. സ്വാമി അസീമാനന്ദ അയാളാണ് ശരിക്ക് ഈ സ്ഫോടനം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ജയിലിൽ അയാൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാൻ
ഏൽപ്പിക്കപ്പെട്ട ഈ മുസ്ലിം ചെറുപ്പക്കാരനെ ഭക്ഷണം കൊണ്ടു കൊടുക്കണം, പാത്രം കഴുകണം, ചെരുപ്പ് കഴുകി കൊടുക്കണം, അവന്റെ ആ ഖാവി തുണി കഴുകി കൊടുക്കണം. അതിനൊക്കെ പോലീസ് ഏൽപ്പിച്ചത് ഈ മുസ്ലിം ചെറുപ്പക്കാരനെ. അതൊരു പീഡനമാണ്. പക്ഷെ അവന് യാതൊരു മടിയില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു. സ്വാമി ചോദിച്ചു, അത്ര എന്റെ പേരെന്താ? മുസ്ലിം പേരാണ്. എങ്ങനെ ജയിലിലെത്തിയ? തെറ്റെന്താ ചെയ്ത്? ഒന്നും ചെയ്തിട്ടില്ല. മലേഗാവ് സ്ഫോടനത്തിന്റെ പേരിൽ, മക്ക മസ്ജിദ് സ്ഫോടനത്തിന്റെ പേരിൽ പോലീസ് എന്നെ പിടികൂടി കൊണ്ടുവന്നതാണ്. ഞാനതറിയില്ല. യഥാർത്ഥത്തിൽ ആ സ്ഫോടനം ഉണ്ടാക്കിയാളാണ് സ്വാമി. സ്വാമിയുടെ മനസ്സിൽ മാറ്റം വന്നു. ഈ സഹോദരൻ പീഡിപ്പിക്കപ്പെട്ടതാണ്, എന്നിട്ടും യാതൊരു മടിയില്ലാതെ തനിക്ക് ഖിദ്മ ചെയ്യാണ്. അവസാനം സ്വാമി തുറന്നു പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ മരിച്ചാൽ എന്റെ ഹൃദയം എന്റെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ പറ്റിയതൊക്കെ എടുത്ത് വിറ്റിട്ട് ആ കാശ് ആ സ്ഫോടനങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് ഇയാൾ വസിയത്ത് ചെയ്തു. വസിയത്ത് അവിടെ ഗൂഢതന്ത്രം റബ്ബ് പൊളിച്ചതാ. അത് ചിലതൊക്കെ പൊളിയും, ചിലതൊക്കെ നമ്മൾ കാണും. അങ്ങനെ ഒരുപാടുണ്ട്. എന്തായിരുന്നാലും ഇനി പൊളിയാത്തത് വല്ലതുണ്ടെങ്കിൽ റബ്ബ് നാളെ അതിനെ അന്നാണ് തീരുമാനമാകുക. യൗമുൽ ഫസ്ൽ. ഇവിടുന്ന് തീരുമാനമാകാതെ പോകും, അവിടെ തീരുമാനമാവും. ഇവിടുന്ന് തീരുമാനമാകാതെ പോയാലും ഇൻഷാ അല്ലാഹ് അവിടെ തീരുമാനമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം നമുക്ക് ഇനിയിപ്പോ ഇവിടെ ബുദ്ധിമുട്ടുള്ളവരെ പറ്റിയാണ് പറഞ്ഞത്. ഏത്? ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനി ഇന്നൽ മുത്തഖീന എന്ന് തുടങ്ങുന്ന സുപ്രധാനമായ ഭാഗം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല നമുക്ക് പറയാനും കേൾക്കാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഭാഗ്യം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസിന്റെ ദിവസം മുഹറം 9 താസുഅ നോമ്പിന്റെ ദിവസം. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയണം. നല്ല ദിവസമാണ് അടുത്ത ക്ലാസിന്റെ ഡേറ്റ്. അതുകൊണ്ട് മുഹറം 9ഉം 10ഉം നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മുഹറം മാസം ഒരു കൊല്ലത്തിന്റെ തുടക്കമാണ്, ഒരു വർഷത്തിന്റെ തുടക്കമാണ്, ആദ്യത്തെ മാസമാണ്. ഒരു നല്ല തുടക്കമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ദുരന്തങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടുമൊക്കെ നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. അല്ലാഹു ഈ വർഷത്തിന്റെ ഒരു നല്ല തുടക്കം. നമുക്ക് പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ട്. എന്ത്? പിന്നെ മുഹറം 1ന്റെയും 10ന്റെയും ഇടയിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ. അതിനിപ്പോ മുടിയാളിക്കലാണെങ്കിലും ചായ വേണ്ട, അത് ചായ വേണ്ട, അടുത്ത ചായ വേണ്ട. പ്രധാന നോമ്പുള്ള താസുഅ മുഹറം 9, 10 നമ്മൾ എന്തേലും നോൽപ്പ് എടുക്കണം. 2 നോമ്പും കൂടി ഉസ്താദെ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. കാരണം അത്രക്കും പുണ്യമുള്ളത്. ഒരു ഗ്രൂപ്പിന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത നോമ്പാണ് ഇത്. ഇപ്പം പിന്നെ ബറാത്ത് നോമ്പ്, മിറാജ് നോമ്പൊക്കെ പവർ കുറഞ്ഞ നോമ്പാ. അറഫ നോമ്പ്, മുഹറം 9, 10 ഇതിലൊന്നുമില്ല മുസ്ലിം ലോകത്ത് ഒരു ഗ്രൂപ്പിനും അഭിപ്രായ വ്യത്യാസമല്ല. ഒരു കൊല്ലത്തെ പാപം പൊറുക്കാൻ കാരണമാകുന്ന നോമ്പാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോൽക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ആവുമ്പോഴല്ലേ പരിശീലനം. ആ ചാൻസ് ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്, ഭയങ്കര കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അടുത്ത ക്ലാസ് ആവുമ്പോഴേക്ക് ആ മുഹറം 9 ആവുമ്പോഴേക്ക് കുറെ ദിവസം കഴിഞ്ഞു. സാന്ദർഭികമായിട്ട് പറയാണ്, ഇപ്പൊ ഇന്നലെ രാത്രി ഒരാൾ വിളിച്ചു, ഉസ്താദെ പെരക്ക് കുറ്റിയടിക്കണം, മുഹറം 10ന്റെ മുമ്പായ വലിയ കുഴപ്പമുണ്ടോ ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ഒരു തെറ്റിദ്ധാരണയാണ്, ഒരു കുഴപ്പമില്ല. പ്രവാചകന്മാർക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ആകെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്തറിയോ? ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. പക്ഷെ എന്ന് പേരിൽ അതുകൊണ്ട് എന്തുണ്ടാവില്ല, അവലക്ഷണം ഉണ്ടാവില്ല. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിലേറെ ഭീകരമായിട്ടാണ് ജഅഫർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. ആ ദിവസങ്ങളൊന്നും നമ്മൾ ദുഃഖാചരണം നടത്തുന്നില്ല. ഷിയാക്കളാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. 1 മുതൽ 10 വരെ നോമ്പ് സുന്നത്തുണ്ടായത് കൊണ്ട് പൂർവികരായ ആളുകൾ മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിരുന്നു. എന്തേ കാരണം? മുഹറം 10ന്റെ ഇടയിൽ കുറ്റിയടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും നോമ്പാണെങ്കിൽ അലുവെന്നുള്ള തൗഫീഖ് ഉണ്ടാവില്ല. അത് പോകാക്കാനാ. പ്രസവത്തിന് കൊണ്ടുവരാൻ പോയ പൊറാട്ട നഷ്ടപ്പെടുന്നുള്ള പേടികൊണ്ടാണ് മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞത്. അതല്ലാതെ അതിന്റെ അടിയിൽ ചെയ്തതിന് കുഴപ്പമുണ്ടായിട്ടില്ല, നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ.